Good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, start off. Start with the prayer, thought of the day, and signing. Okay, start ചെയ്തോളൂ. ആരാ prayer ആരാ ചൊല്ലാം? ജോയിൻ ആവുന്നേ ഉള്ളൂ. ആണോ? റെസ്പോണ്ട് ചെയ്യൂ. Can you hear me? Yes, ma'am. Okay. And who is going to sing prayer? Anyone ready for that? Yeah. Okay. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand. We will walk hand in hand. We will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace. We shall live in peace. We shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid. We are not afraid. We are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. Signing. A very warm good afternoon to all, the respected teacher and my dear friends. Today it is my honor to introduce our teacher, Miss Ashwati ma'am. We extend a heartfelt welcome to you, ma'am. We are truly excited to learn from your guidance and experience, and we look forward to growing under your mentorship. Thank you, ma'am, and once again, a very warm welcome to you. Thought of the day. Failure will never overtake me if my determination to succeed is strong enough. Once again, failure will never overtake me if my determination to succeed is strong enough. Thank you. Yeah. Okay. So, how are you all? Have you had your lunch? As usual, questions ആണല്ലേ? Okay. പിന്നെ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. കണ്ടിന്യൂഷൻ വേണോ അതോ ക്ലാസ് എടുക്കണോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ, എന്ത് വേണേലും പറയാം. ക്ലാസ് എടുക്കാം. ക്ലാസ് എടുക്കാം. Any other suggestions? No. മിണ്ടുന്നില്ലേ? Okay, very good. Okay. ക്ലാസ്സില് നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ സംസാരിക്കാൻ റെഡി ആണോ? Yes, ma'am. നമ്മൾ എത്ര ടോപ്പിക് പ്രസന്റേഷൻ ചെയ്തു? ഏതൊക്കെയായിരുന്നു? ഏതെങ്കിലും ടോപ്പിക് പ്രസന്റ് ചെയ്തോ? സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞു. സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച്. ഓക്കെ, ആ ടോപ്പിക് കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല? കോൺഫിഡന്റ് ആണല്ലോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ഇതിന്റെ പിള്ളേരുടെ മീൻസ് ആസ് എൻ പേരന്റ് നമ്മളുടെ എന്ത് ഡ്യൂട്ടീസ് അതിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ചോദിച്ചു കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഒരാള് ക്ലാസ് മതി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയണ്ട എന്നാണോ? ഓക്കെ, കുറച്ച് മീൻസ് ഹാഫ് ഓഫ് ദ സെഷൻ അങ്ങനെ പോവാണ്ട് ഡിസ്കഷൻ പകുതി അങ്ങനെ. നമുക്ക്
നിങ്ങൾ ടീച്ചേഴ്സ് അല്ലേ എല്ലാവരും? എങ്ങനെയാ ടീച്ചേഴ്സ് എങ്ങനെ ക്ലാസ് എടുക്കേണ്ടത് എന്ന് പറയൂ. നിങ്ങൾ ഇപ്പോ ക്ലാസ്സിലൊക്കെ ജസ്റ്റ് എൻ്റർ ചെയ്തു അല്ലെ? അവിടെ മുതൽ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല. എങ്ങനെയാണ് പ്ലാൻ ഹൗ ടു ടീച്ച് ദ സ്റ്റുഡൻസ്? പറയൂ, സംസാരിക്കൂ. ആദ്യം നമ്മൾ വാം ഗുഡ് മോർണിംഗ് ചെയ്യും. പിന്നെ ഒരു മീൻസ് പിള്ളേരെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസോ എന്തെങ്കിലും നോർമൽ ചിറ്റ് ചാറ്റ്സോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ നമ്മൾ പെർ ഡേ ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് ചെയ്യും. മീൻസ് അത് തുടങ്ങും. അതിന്റെ കൂടെ പുതിയ ടോപ്പിക് തുടങ്ങുന്ന മുമ്പ് ലാസ്റ്റ് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പോകും. സോ ദാറ്റ് മീൻസ് പിള്ളേർക്ക് ഗ്യാപ്പ് ഉണ്ടോ ഇല്ലെന്ന്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ നമുക്ക് പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. അങ്ങനെയാണ് പൊതുവെ നമ്മൾ പോവാ. നമ്മൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പോകും. പക്ഷേ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക. എന്നാലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. കുട്ടികളുടെ ഡൗട്ട്സ് ചോദിക്കും. ചിലപ്പോൾ സബ്ജക്ട് വൈസ് അല്ലാതെ ഡൗട്ട്സ് വരെ അവർ ചോദിക്കും. അതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് ആരാണ്? ടീച്ചറാണ്. അല്ലാതെ നിങ്ങൾ പറയോ എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് സബ്ജക്ട് മാത്രമേ പഠിപ്പിക്കാൻ അറിയൂ, ഞാൻ അത് മാത്രമേ പഠിപ്പിക്കുള്ളൂ എന്ന് പറയോ? ഒരിക്കലും ചെയ്യരുതല്ലോ. മാക്സിമം കുട്ടികളെ എന്റർടൈൻ ചെയ്യാം. സ്ട്രിക്റ്റ് ആണോ നിങ്ങള്? അങ്ങനെ ആയിരിക്കുമോ? എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്ട്രിക്റ്റ് ആയിരിക്കും എന്നാണ്. ക്ലാസ്സിൽ മിണ്ടൊന്നുമില്ല. സ്ട്രിക്റ്റ് ആയിരിക്കുമോ? സ്ട്രിക്റ്റ് അല്ലായിരിക്കും, പക്ഷേ വെൻ റിക്വയർഡ്. സ്ട്രിക്റ്റ് അല്ല. ഓക്കെ, കുറച്ചൊരു ഫ്രണ്ട്ലി ആയിരിക്കും. എന്നാലും സ്ട്രിക്റ്റ് ആണെങ്കിൽ സ്ട്രിക്റ്റ് ആവണം അല്ലെ? നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കുഞ്ഞു കുട്ടികളല്ല, അവരോട് സ്ട്രിക്റ്റ് ആയാൽ കാര്യങ്ങൾ ഓടത്തില്ല. നമ്മളെ കുഞ്ഞി പിള്ളേരെ പഠിപ്പിക്കുന്നത് ഭയങ്കര ടഫാണ് കേട്ടോ. അവർക്ക് വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ ഇവിടെ ലെസൺ പ്ലാൻ ഒക്കെ പ്ലാൻ ചെയ്തൊക്കെ പോകും, പക്ഷെ അതൊക്കെ നിൽക്കുമോ എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് അവരോട് മിങ്കിൾ ചെയ്യണം. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സംസാരിക്കൂ. നിങ്ങൾ എന്താ സംസാരിക്കട്ടെ ക്ലാസ്സില്? എന്നോടെങ്കിലും സംസാരിക്കൂ കംഫർട്ടബിൾ ആയിട്ട്. അപ്പൊ നമുക്ക് ആ ഒരു പേടി ഉണ്ടാവില്ല. പേടിയല്ല, നമുക്ക് നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ഞാൻ ക്ലാസ് എടുക്കുമ്പോ ആ ടൈമിൽ മിസ് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ചെല്ലുമ്പോ നമ്മളെ പ്ലാൻ ചെയ്ത് പോലെ ഒന്നും നടക്കണമെന്നില്ല. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ ഒരുപാടൊക്കെ പ്ലാൻ ചെയ്തൊക്കെ പോകും, പക്ഷെ അവിടെ ചെല്ലുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് മാക്സിമം പിള്ളേരായിട്ട് കുറച്ചുകൂടെ എന്താണ് മിങ്കിൾ ചെയ്യുക. നമുക്കുള്ള എന്തെങ്കിലും ഈഗോസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുക. നമ്മള് കുട്ടികളെ പോലെ ആകാം. അങ്ങനെ ഏറ്റവും നല്ലത്. അവരിലേക്കൊന്ന് ഇറങ്ങിച്ചേരും. അതായത് നമ്മള് എങ്ങനെയാണ്, ഞാൻ സ്ട്രിക്റ്റ് ആണ്, ഞാൻ അങ്ങനെ പഠിപ്പിക്കൂ, ഞാൻ അത് മാത്രമേ പഠിപ്പിക്കൂ, വേറൊന്നും സംസാരിക്കില്ല, കളിക്കില്ല, സീരിയസ് ആണെന്ന് പറഞ്ഞാല് പിള്ളേര് പറയുന്നത് എന്ത് ടീച്ചറാന്നേ പറയൂ. വേറൊന്നും പറയില്ല. അവര് എന്ത് ടീച്ചറാന്ന് ചോദിക്കും. ഓക്കെ, അവര് പറയില്ല, പാരന്റ്സ് പറയും കേട്ടോ. പാരന്റ്സേ പറയും. ഓക്കെ, അതുകൊണ്ട് ടീച്ചർമാരെ അവർക്ക് ഇഷ്ടമാവണം അല്ലെ? നല്ല ടീച്ചറാണ്, എനിക്ക് ഇഷ്ടമാണ് ടീച്ചർ എന്ന് പറയുമ്പോ അത് എല്ലാം കൊണ്ടും ആ ടീച്ചർ കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കും. പഠിപ്പിക്കുന്നുണ്ടാകാം, അവർ കളിയിലൂടെ പഠിക്കുന്നുണ്ടാകാം അല്ലെ? ഇതൊക്കെ ഇപ്പൊ എനിക്ക് ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ അങ്ങനെ തന്നെ ആലോചിക്കും. ശരിയല്ലേ? മിസ്സിന് ഇംഗ്ലീഷ് എടുത്തിട്ട് പോയാൽ പോലെ മിസ് എന്തൊക്കെയാണ് ഇരുന്ന് പറയുന്നേ? അതെ, മഞ്ജു മേടിക്കുന്നുണ്ട്. അപ്പൊ മഞ്ജുവിനുള്ളിൽ അങ്ങനെ ഉണ്ട്, എനിക്കറിയാം അല്ലെ? മിസ്സിന് ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ പോരെ, മിസ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നില്ല. അങ്ങനെയാണോ? അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരിക്കലും സബ്ജക്ട് വൈസ് മാത്രം പഠിപ്പിച്ചാൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് മാത്രമാണെങ്കിൽ എനിക്ക് വെറുതെ ക്ലാസ് എടുത്ത് പോവാലോ. അങ്ങനെ എടുത്ത് പോയാൽ മതിയോ? വെറുതെ ചുമ്മാ ഞാൻ ഓക്കെ ഇതാണ് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോട്ടെ? ഇല്ല മിസ്സേ, നമുക്ക് എങ്ങനെ എടുക്കണം എന്ന് ടീച്ചറാ പറഞ്ഞു തരേണ്ടത്. അവിടെ ചെല്ലുമ്പോ നമ്മള് ഫസ്റ്റ് ആയിട്ട് പോണല്ലേ, അപ്പൊ ടീച്ചർ പറഞ്ഞു തന്നെ പോലെ പോണതാണ് നമുക്കത്. ആരെങ്കിലും ഇപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലപ്പോ കുഴപ്പമുണ്ടാവില്ല. ടീച്ചർ എന്തിനാണ് ടൈം എടുക്കണേ, വേറെ സബ്ജക്ട് എടുക്കണേന്ന് തോന്നാം. നമുക്കെന്ന് പറയുമ്പോ നിങ്ങളുടെ ഒരു പ്രോത്സാഹനം, സപ്പോർട്ട് എപ്പോഴും വേണം. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഇല്ല മഞ്ജു, ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ. ഞാൻ പറയുന്ന ഒന്ന് സീരിയസ് ആയിട്ട് ആരും എടുക്കരുതേ. ഓക്കെ, ജോക്കി സപ്പോർട്ട് അങ്ങനെ വിട്ടാൽ മതി. എല്ലാവരും സീരിയസ് ആയിട്ട് ഒന്നും എടുക്കരുത് കേട്ടോ. എല്ലാവരോടും പറയാനുള്ള കാര്യമാണ്. മിക്ക ക്ലാസ്സിലും പറയുന്നൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് അത് ഞാനല്ല കേട്ടോ, ഞാനല്ല. പക്ഷെ പൊതുവെ ഞാൻ പറയുന്നൊക്കെ ആ രീതി തന്നെ എടുത്താൽ മതി കേട്ടോ. എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, ഞാൻ കൈയടിച്ചത് ആ രീതിക്ക് പറഞ്ഞല്ല, ചുമ്മാ പറഞ്ഞു. ഓക്കെ, പറയാൻ വന്ന എന്തുകൊണ്ടായിരുന്നു പോയി. അതായത് നമ്മൾ സംസാരിക്കില്ലേ, നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ ഒരിക്കലും സ്റ്റുഡൻസിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കരുത് കേട്ടോ.
അവര് നമ്മുടെ സ്ലാങ്ങും നമ്മൾ പറയുന്ന ഓരോ വേർഡ്സും പ്രൊണൗൺസിയേഷൻ ആണെങ്കിൽ പോലും എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാം. നമ്മുടെ ലാംഗ്വേജിലാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിള് ഞാനിപ്പോ സംസാരിക്കുന്നല്ല എന്റെ വീട്ടിൽ സംസാരിക്കുന്നത്, മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അത് വേറെ ഇത് വേറെ. നമ്മളിത് പ്രൊഫഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ അതിന്റെ രീതിയിൽ സംസാരിക്കണ്ടേ, അല്ലെ? ഓക്കെ, ഞാനിപ്പോ ഇങ്ങനെ ഞാനിപ്പോ ഈ ടോൺ എന്റെ ഹസ്ബൻഡിനോട് പറയാൻ നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിക്കും. അതാണ് വ്യത്യാസം. ഇവിടെ ടീച്ചറും അവിടെ വേറെയാണ്. അതുകൊണ്ട് എപ്പോഴും ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ആണെങ്കിലും എന്ത് വേർഡ് ആണെങ്കിൽ പോലും നമ്മൾ കറക്റ്റ്ലി പ്രൊണൗൺസ് ചെയ്യുക. യൂസ് ചെയ്യുന്ന വാക്കുകളെല്ലാം കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചും കണ്ടും യൂസ് ചെയ്യുക. കാരണം കുട്ടികളാണ്, അവര് നല്ല നല്ല വാക്കുകളൊന്നും കയറി പിടിക്കില്ല, അറിയാലോ. അവര് എപ്പോഴും അങ്ങനെയാണ്. എന്റെ വീട്ടിൽ 2 മക്കളുണ്ട്. ഞാൻ നല്ലത് പറയുമ്പോൾ ഒന്നും അവർക്ക് ഇഷ്ടം, അവരത് കേൾക്കുകയില്ല. പക്ഷെ ഞാൻ അറിയാതെ ഏതെങ്കിലും വാക്കൊക്കെ വന്നു പോയാൽ പിന്നെ അതായിരിക്കും പറഞ്ഞു കിടക്കുക. അതുകൊണ്ട് മാക്സിമം വാക്കുകളെല്ലാം സൂക്ഷിച്ച് യൂസ് ചെയ്യുക, നല്ല രീതിയിൽ പെരുമാറാം. നമ്മൾ അവരെ കോപ്പി പേസ്റ്റ് ചെയ്യും. ടീച്ചർ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്താൽ കാണിച്ചു തരും. അതുകൊണ്ട് എല്ലാനും നമ്മുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, മാക്സിമം അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, നിങ്ങൾ വിചാരിക്കും വെറുതെ പോയി പഠിപ്പിച്ചിട്ട് വന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല കേട്ടോ. ടീച്ചിങ്ങിലേക്ക് ഇറങ്ങുമ്പോഴാണ് അത് മനസ്സിലാക്കുക എങ്ങനെയൊക്കെ പഠിപ്പിക്കണം. ഇത്രയും ബുദ്ധിമുട്ടാണ് ടീച്ചർ എന്നല്ല ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും. പക്ഷെ കൂടുതൽ എനിക്ക് തോന്നുന്നു ടീച്ചിങ് കുറച്ചുകൂടെ ടഫാണ്. കാരണം ഒരുപാട് പേര് നമ്മൾ നോക്കുന്നതും ഒരുപാട് പേര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ആസ് എ ടീച്ചർ എന്ന നിലയിലാണ്, അല്ലെ? എത്രയോ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോ എന്റെ ക്ലാസ്സിൽ എത്രയോ പേരുണ്ട്. നിങ്ങൾ എന്റെ സ്റ്റുഡൻസ് ആണ്, അല്ലെ? എനിക്ക് നിങ്ങൾ ആരെയും കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഇടക്ക് ഇവിടെ കോൺവെക്കേഷന് വരുമ്പോ കോൺവെക്കേഷൻ ഉണ്ടാവുമല്ലോ. കോൺവെക്കേഷന് വരുമ്പോ ഒരു ദിവസം സ്റ്റുഡൻസ് സംസാരിച്ചില്ല. പക്ഷെ പാരന്റ് ചോദിച്ചു, ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ അല്ലേ? എനിക്കോട് അവര് ചിലപ്പോ ക്ലാസ് കാണുന്നുണ്ടാകാം. ഓക്കെ, അപ്പോ ഞങ്ങൾ എല്ലാവരും ഫെമിലിയർ ആണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്ന രീതികളാണെങ്കിലും, അല്ലെ? എന്നെ പോലെ ആയിരിക്കില്ല മറ്റു ടീച്ചേഴ്സ് വന്ന് സംസാരിക്കുന്നത്. എല്ലാവരും ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെയാണ് നിങ്ങളും ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ തോട്ട്സ് ആണെങ്കിലും ഏതാണെങ്കിലും ഡിഫറൻസ് ആയിരിക്കും. സോ അതെല്ലാനും മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്യുക, നല്ല രീതിയിൽ അവിടെ പോയി പ്രസന്റ് ചെയ്യുക, നന്നായിട്ട് ക്ലാസ് എടുക്കുക. ഓക്കെ, ചിൽഡ്രൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. എന്റെ കണ്ടിന്യൂവേഷൻ ആണെന്ന് പറഞ്ഞു. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെന്നും പറഞ്ഞു. ഓക്കെ, സോ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അതൊന്നും ഞാൻ നോക്കുന്നില്ല കേട്ടോ. എനിക്ക് എന്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കുറച്ച് കാലം ഞാൻ പറഞ്ഞു ഫുഡ് അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് നിങ്ങളോട് മാത്രമേ പറയാൻ പറ്റൂ. ഓക്കെ, സോ നിങ്ങളോട് പറയുന്ന വെച്ചാൽ കാരണം എന്താണ്? നിങ്ങൾ സ്റ്റുഡൻസ് ആണ്. അത് മാത്രമല്ല നിങ്ങൾ ടീച്ചേഴ്സും കൂടിയാണ്. നിങ്ങളിലേക്ക് ഞാൻ ഇൻഫർമേഷൻ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കും, അല്ലെ? അങ്ങനെയാണ്. അപ്പൊ ഓരോ വീടുകളിലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്ന ഒരു അവയർനെസ് നമുക്ക് എത്തിക്കാൻ പറ്റും. കാരണം ഇന്നത്തെ സൊസൈറ്റി അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾ ആരെയും കുറ്റം പറയുന്നല്ല. നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്ത് തിങ്ക് ചെയ്ത് നോക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കുട്ടികൾ നമ്മൾ എങ്ങനെയാണ് വളർത്തുന്നത്. ഓക്കെ, നല്ല രീതിയിലാണോ എന്ന് ചോദിക്കുമ്പോ ഓക്കെ ഞാൻ വളർത്തുന്നുണ്ട് വിഷയം എന്ന് പറയും. കുട്ടികള് പട്ടിണി കിടന്നാൽ പോലും വളരും. മനസ്സിലായോ? എന്ത് മോശം ഫുഡ് കൊടുത്താലും എന്ത് നല്ല ഫുഡ് കൊടുത്താലും വളരും. എങ്ങനെയാണെങ്കിലും അവർ വളരും. പക്ഷെ എങ്ങനെ വളരണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, അല്ലേ? അവർക്ക് നന്നായിട്ട് ബുദ്ധി വേണം. നല്ല രീതിയിൽ അവർ ചിന്തിക്കാൻ പറ്റണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം. അതൊക്കെ എന്താണ് നല്ല അത്യാവശ്യം നന്നായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു അനുസരണ എന്ന് പറയുന്നത്, അനുസരിക്കണം, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ എന്ത് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെ? ഒരുപാട് നമ്മൾ തല്ലി പഠിപ്പിക്കുന്നവരുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ പെരുമാറ്റം, ഇതെല്ലാം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. മൊത്തത്തിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾ നോർമലി നിങ്ങൾ പറയും ആ കുട്ടി നല്ലതാണ് കേട്ടോ, ആ കുട്ടി ഇതാണെന്ന് നോക്കിയാൽ നന്നായിട്ട് പെരുമാറുന്നുണ്ട്, അല്ലെ? നമ്മള് പറയാറുണ്ട്. നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. പൊതുവെ ഇപ്പൊ നമ്മൾക്ക് മക്കളുണ്ടായി പിന്നെയാണ് നമ്മൾ ഇത്രയും കാര്യം അറിയാൻ തുടങ്ങിയത്. അല്ലാതെയും കല്യാണത്തിന് മുന്നാണെങ്കിൽ പോലും നമ്മൾ പറയാറില്ല ആ കുട്ടി എന്ത് രസാ അവര് പറഞ്ഞാൽ കേൾക്കുന്നതാണ്ടോ എന്നൊക്കെ നമ്മൾ ചുമ്മാ എങ്കിലും പറയാറുണ്ട്.
പക്ഷെ അതിന് പിന്നിലെ ആ പാരന്റ്സിന്റെ ഹാർഡ് വർക്ക് നമ്മൾ കാണുന്നില്ല, അല്ലെ? നമ്മൾ എന്തും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തപ്പോ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, നമ്മുടെ മലയാളത്തിൽ പോലും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്. നമ്മൾ നോക്കുന്നത് എന്താണ്? എന്ത് രസമായിട്ട് സംസാരിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അതിന് പിന്നിലെ ഹാർഡ് വർക്ക് നമ്മൾ ആരും കാണുന്നില്ല, അല്ലെ? എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ത് കാര്യത്തിലാണെങ്കിൽ പോലും. അതുകൊണ്ട് കുട്ടികളെ നന്നായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്വം പാരന്റ്സിനുണ്ട്, ടീച്ചേഴ്സിനുണ്ട്. ഓക്കെ, കേട്ടിരിക്കാൻ ബോറടിക്കുന്നുണ്ടോ? ബോറടിച്ചാലും ഞാൻ പറയും. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് ഫുഡ് നോക്കാം, മൊബൈലൊന്നും അധികം കൊടുക്കരുത് കേട്ടോ. സ്ക്രീൻ ടൈം വളരെയധികം കുറയ്ക്കാൻ നോക്കാം. കാരണം അവർക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ലെന്നാ പറയാം, ശ്രദ്ധിക്കാൻ പറ്റില്ല അവർക്ക്. ഒരു കാര്യത്തിൽ ഒരു 10 മിനിറ്റ് കൂടുതൽ അവർ ശ്രദ്ധിക്കില്ലെന്നാ പറയുന്നത്. ഒരു കാര്യം അവർക്കൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റില്ല, ആ ഒരു എബിലിറ്റി അവർക്ക് നഷ്ടാവും എന്നാ പറയുന്നത്. കാരണം എന്താ, റീൽസ് ഒക്കെ എന്ന് പറയുന്നത് സെക്കൻഡ്സേ ഉള്ളൂ. ഒരു റീല് കണ്ട് അപ്പൊ തന്നെ സ്ക്രോൾ ചെയ്ത് പോവാ. കാരണം അവർക്ക് ബോറടിച്ചു. കണ്ടിന്യൂസ്ലി ഒരു റീൽ അവർ കാണോ? ഒരിക്കലില്ല. സ്ക്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്താണ്, നമുക്ക് ബ്രെയിൻ അത്രയും സെക്കൻഡ്സ് മാത്രമേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നുള്ളൂ, അത്രയും കപ്പാസിറ്റി ഉണ്ടാവും. ഒരു ബുക്ക് കൊടുത്തു നോക്കി, അവരിന്ന് വായിക്കില്ല. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കൊടുത്തു നോക്കി, അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർ വേറെ പോകും, കുറച്ചു നേരം ഇരിക്കും, അത് കഴിഞ്ഞപ്പോ തന്നെ അവര് പോകും. കാരണം എന്താണ്, ശ്രദ്ധയില്ല എന്നാ പറയുന്നത്. ശ്രദ്ധിക്കാൻ പറ്റില്ല, ആ ഒരു കഴിവ് അവരിൽ നിന്ന് പോകും. മനസ്സിലായോ? പിന്നെന്താണ്, ഒബിസിറ്റി വരും, അറിയാലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാലോ, അല്ലെ? ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വണ്ണമുണ്ട്. കാരണം എന്താ, ആക്ടിവിറ്റീസ് കുറവാ, കളിക്കുന്നില്ല. ഇതെല്ലാം നമ്മളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളല്ലേ. അവർക്ക് ഒന്നും അറിയില്ല. ഭൂമിയിലൊക്കെ അവർ വരുമ്പോ അവർക്ക് ഒന്നും അറിവില്ലാതെയാണ് വരുന്നത്, അല്ലെ? ഒന്നിനെ കുറിച്ച് അവർക്ക് അറിയില്ല. എല്ലാം അറിഞ്ഞു വരുന്ന നമ്മളിലൂടെയാണ്. നമ്മളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. പിന്നെ സൊസൈറ്റിയാണ്. സൊസൈറ്റി ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, അല്ലെ? പാരന്റ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പാരന്റ്സിന്റെ കൂടെ നമുക്ക് ഒരു 5 വയസ്സ് വരെ പാരന്റ്സിന്റെ കൂടെ പിടിച്ചിർത്താൻ പറ്റും. അത് കഴിഞ്ഞാൽ ഒരു 3 വയസ്സ് അംഗൻവാടി പോകുന്നു, പ്ലേ സ്കൂളിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയായിരിക്കും ടീച്ചേഴ്സ് കുട്ടികൾ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ തന്നെ അത് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും? ഒരിക്കലുമില്ല. അവരവിടെ നിന്ന് കഴിക്കും. ബിസ്ക്കറ്റ് ആണെങ്കിലും കേക്ക് ആണെങ്കിലും എന്തൊക്കെയാ കൊണ്ടുവരുന്നത്. എന്റെ മോൾ ഇങ്ങനെ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ടീച്ചർ പറയില്ല, കാരണം അവിടെ ആ ടീച്ചർ പറയാണ് മക്കളെ ഇങ്ങനെ കൊണ്ടുവരാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല, അത് കഴിച്ചാൽ ഇങ്ങനെയൊക്കെ വരും എന്ന് അവരെ പാരന്റ്സിനോടും കുട്ടികളോടും അവിടെ വെച്ച് ആ ടീച്ചർ പറയുകയാണെങ്കിൽ അവിടെ വെച്ച് നിൽക്കുവോ അത്. പിന്നെ ഒരിക്കലും ആ കുട്ടി കൊണ്ടുവരില്ല, അല്ലെ? പാരന്റ്സ് ആണെങ്കിലും കൊടുത്തുവിടില്ല. അതാണ്. അപ്പൊ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടതില്ല. പാരന്റ്സ് നമുക്ക് അത്രയും വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്ന കൈകളാണ് ടീച്ചേഴ്സിന്റെ. അവരും നല്ല രീതിയിൽ നോക്കുകയാണെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടി സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും വീട്ടില്. ഓക്കെ, മാക്സിമം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം. അപ്പൊ ഫോൺ അഡിക്ഷൻ വന്നു, ഫുഡ് വന്നു, പിന്നെന്താണ്, സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച്, അല്ലെ? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും അവർക്ക് രണ്ടോടും പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെ? അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ സേഫ് ടച്ച് അൺസേഫ് ടച്ചും മസ്റ്റായിട്ടും പറഞ്ഞു കൊടുക്കുക. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ മീൻസ് പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിമാർക്ക് ഇതൊക്കെ എന്തുവാ പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. മീൻസ് അവർ ഇൻസെക്യൂർ ഫീൽ ചെയ്യും. ബിക്കോസ് ഇന്നത്തെ ജനറേഷന്റെ പിള്ളേരിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചില്ലെങ്കിൽ അവർ ഈ ഇൻഫർമേഷൻ നേടാൻ വേറൊരു സ്ഥലത്തിൽ പോകും. പക്ഷെ നമ്മൾ സ്വയമേ നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് എടുക്കുമ്പോൾ അവർക്ക് എങ്ങും പോകേണ്ട ആവശ്യമില്ല. അതുപോലെ അപ്പോൾ പിള്ളേർ ഹൈഡ് ചെയ്യത്തില്ല, കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകും. പക്ഷെ അത് നമ്മൾ വലിയ ആൾക്കാർ മീൻസ് പ്രായമുള്ള അപ്പച്ചനോ അമ്മച്ചിമാരൊക്കെ കേൾക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊക്കെയാണ് ഈ പ്രായത്തിലുള്ള പിള്ളേരെ പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞാൽ മതി, ന്യൂസ് പേപ്പർ ഒന്നും വായിക്കാറില്ലെന്ന് ചോദിക്കൂ. ഈ പ്രായത്തിലെ കുട്ടികൾ എന്തൊക്കെയാ ന്യൂസ് വരുന്നത്. അവര് ഗ്രാൻഡ് പാരന്റ്സ് നമ്മള് കൺവിൻസ് ചെയ്യാന്ന് പറയുന്ന നടപടിയാവുന്ന കാര്യമില്ല. നടക്കില്ല, ഒരിക്കലും നടക്കില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും, ഒന്നല്ല ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫൈറ്റ് മീൻസ് തല്ലുടിക്കാന്നല്ലോ ഞാൻ പറയുന്നേ. ഓക്കെ, പക്ഷെ അവരോട് നമ്മൾ പറഞ്ഞു നിൽക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ അന്നത്തെ ജനറേഷൻ ആണ്, കാലം മാറി, അത് അവരെ അറിയുന്നില്ല. പക്ഷെ അപ് ടു ഡേറ്റ് ആയ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരുണ്ട്, 2 ടൈപ്പ് ഓഫ് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. പാരന്റ്സ് കോണ്ടാക്ട് നമ്പർ പഠിപ്പിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയോ നമ്മുടെ ക്ലാസ്സിൽ? ഇത്രയും പേർക്ക് അതിനെ കുറിച്ചൊരു അവയർനെസ് കിട്ടുകയാണ്, അല്ലെ?
ചിലപ്പോൾ അവർ വിട്ടുപോയ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ ഓക്കെ ഇന്നതെല്ലാം ചെയ്യണോ അല്ലെ, നമുക്ക് അങ്ങനെ ഒരു ഓർമ്മ നമുക്ക് വരും. അതുകൊണ്ടാണ് ഈ ടോപ്പിക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ ഓരോരുത്തർ പറയുന്ന ഇൻഫർമേഷൻസ് ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും എനിക്കും നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ സേഫ് ടച്ചും ഇമ്പോർട്ടന്റ് ആണ്, പഠിപ്പിക്കുക. പിന്നെ ഒരു ഫ്രണ്ട്ലി നേച്ചർ, പ്രത്യേകിച്ച് അമ്മമാരായിട്ടും അച്ഛന്മാരായിട്ടും ഒരു ഫ്രണ്ട്സ് ആയിരിക്കുക. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അവർക്ക് വന്ന് പറയാൻ പറ്റും. പെട്ടെന്ന് വന്ന് പറയുമ്പോൾ തന്നെ ചീത്ത പറഞ്ഞ് ഓടിക്കരുത്, പിന്നെ ഒരു രണ്ടാമതൊന്നും പറയില്ല, കാരണം പേടിയായിരിക്കും. സെൽഫ് ഡിഫൻസ് ഇമ്പോർട്ടന്റ് ആണ്, കരാട്ടയ്ക്കൊക്കെ വിടും. അതും പോകുന്നുണ്ട്, എന്റെ മോളും പോകുന്നുണ്ട്. വിടേണ്ട ആവശ്യമില്ല, അവൻ സ്വന്തമേ ജനിക്ക് വരുമ്പോൾ കരാട്ടയാ പഠിക്കുന്നത്, വയറിനകത്തൊന്നും പഠിച്ചിട്ട് വരുന്നു. പിന്നെന്താ, ആരെങ്കിലും എന്തെങ്കിലും ഫുഡ് കൊടുത്ത് വാങ്ങാതിരിക്കുക, അതൊന്ന് പഠിപ്പിക്കുക കേട്ടോ. വാങ്ങിച്ചോളൂ എന്ന് പറയും, പക്ഷെ കഴിക്കരുത്. ഇന്നത്തെ കാലത്ത് വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല. എന്തായിരിക്കും കൊടുക്കാന്ന് നമുക്ക് അറിയില്ല. അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഗേളോ ബോയ്, ഗേൾസിനെ മാത്രം നമ്മൾ അങ്ങനെ നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ബോയ്സിനോട് അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേ പറ്റും. ഓക്കെ, പ്രത്യേകിച്ചും ഡ്രഗ്സ് ഒക്കെ ഉള്ളതാണ്, അറിയാൻ പറ്റില്ല. കുഞ്ഞാണെങ്കിൽ പോലും നമുക്ക് അറിയില്ല എന്താണ്, കാരണം നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല പോകുന്ന കാര്യങ്ങൾ. സോ നമ്മൾ എല്ലാം പ്രതീക്ഷിക്കുക, അതുപോലെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഓരോ കാര്യങ്ങൾ. അതുപോലെ ആരെയും വിശ്വസിക്കാൻ പാടില്ല, ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ആര് വന്ന് വിളിച്ചാലും പോകാൻ പാടില്ല. ടീച്ചേഴ്സിനോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണല്ലേ, അച്ഛനും അമ്മ അല്ലെങ്കിൽ ഇത്ര അറിയാവുന്ന ആരെങ്കിലും വന്നാൽ മാത്രം കുട്ടികളെ കൊടുത്തു വിടാം, അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അച്ഛന്റെ ഫ്രണ്ട്സ് ആണ് അല്ലെ അമ്മയുടെ ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ട് വന്ന് വിളിച്ച് സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോവാ, ബസ് സ്റ്റോപ്പിൽ നിന്ന് വിളിച്ചോണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതാണ്, അതെല്ലാം പറഞ്ഞു കൊടുക്കണം. മോളോടാണെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നൊരു അറിയാലോ, ആരെയും വിശ്വസിക്കാൻ പാടില്ലാത്തൊരു കാലം കൂടിയാണ്. എല്ലാത്തിനെ കുറിച്ചും കുട്ടിക്ക് ഒരു അറിവ് വേണം കേട്ടോ. പിന്നെ ഞാൻ പറയുമ്പോ ഫുഡ്സ് കൺട്രോൾ ചെയ്യാൻ പറയും. മെയിൻ പ്രോബ്ലം ഇപ്പോ നമുക്ക് നമ്മുടെ മെൻസ്ട്രൽ പീരീഡ് അല്ലെ, നമ്മുടെ ടൈമിലൊക്കെ എത്ര ഏജിലായിരുന്നു എന്ന് ആലോചിച്ച് വെക്കുന്നത്. ഇപ്പൊ എത്ര ഏജിലാണ്? ഇപ്പൊ 6-7-8 വയസ്സുള്ള പിള്ളേർക്കുണ്ട്. UKG വരുന്ന മീൻസ് UKG ആവുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ആകുന്ന പിള്ളേരുണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്ക് അതിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് മെയിൻ പ്രോബ്ലം. ഹോർമോൺസ് ഇപ്പൊ ഇഞ്ചക്ട് ചെയ്ത ഒരുപാട് അല്ലെ, നമ്മള് പുറത്തുനിന്നാണ് എല്ലാ ഫുഡും, ജങ്ക് ഫുഡ്സ് ആണ് മെയിൻ ഇഷ്യൂ ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഈ പീരിയഡ്സ് ഒക്കെ നമുക്ക് നേരത്തെ തന്നെ വരുന്നത്. അതുകൊണ്ട് മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കാം കേട്ടോ, കൺട്രോൾ ചെയ്യാം എല്ലാം. ഡോക്ടർമാർ പറയുന്നുണ്ട് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹോർമോണൽ മീൻസ് ഇംബാലൻസ് ഇല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ്. ഈ ഏർലി പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുന്ന പെൺപിള്ളേർക്കാണെങ്കിൽ കൂടുതലായിട്ട് പെട്ടെന്ന് ഡിപ്രഷൻ വരുന്നുണ്ട്. ബിക്കോസ് അവർ ആ പർട്ടിക്കുലർ ഏജിൽ വരുന്ന കാര്യങ്ങൾ നേരത്തെ വരുമ്പോൾ അവർ ഡിപ്രഷൻ ആ ലെവൽ പോകും. ബിക്കോസ് അവർക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒത്തിരി കേസസ് ഗൈനക്കോളജിസ്റ്റ് എടുത്ത് ഒത്തിരി വരുന്നുണ്ട്. അത് നോർമലി ആ ഹോർമോണൽ ചേഞ്ചസും നമ്മളുടെ ഇന്നത്തെ ബിക്കോസ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ട്. അതുകൂടാതെ നമുക്ക് വിഷമില്ലാത്ത ആഹാരങ്ങൾ, ഇപ്പൊ നമ്മള് കൃഷിക്കായാലും ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് എല്ലാം പോയിസണസ് ആണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് എടുക്കുന്ന ശ്വസിക്കുന്ന എന്തോ എയർ പോലും പൊല്യൂട്ടഡ് ആ. അതാ മെയിൻ കോസസ് ഡോക്ടർമാർ പറയുന്നുണ്ട്. അതിന് അതെ, എല്ലാം പ്രശ്നമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. മാക്സിമം അതെല്ലാനും പ്യൂരിഫൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക. അത് എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് ഇവിടെ പറയാൻ പറ്റുമോ അല്ലെ? മാക്സിമം പ്യൂരിഫൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക. നമ്മൾ കഴിക്കുന്ന എല്ലാരും നിങ്ങള് എന്താ പറയാ, നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വേണമെങ്കിൽ അങ്ങനെ പറയും, എല്ലാം വിഷമാണ്. അപ്പൊ മിസ് ഇതെങ്ങനെ നമ്മൾ ഒഴിവാക്കുമെന്ന് ചോദിച്ചാല് കണ്ടുപിടിക്കൂ. ഓക്കെ, ഞാനിപ്പോ സോൾട്ട്, ഇപ്പൊ നമ്മുടെ ഉപ്പാണെങ്കിലും ഞാൻ മോൾക്ക് കൊടുക്കുന്ന പിങ്ക് സോൾട്ട് ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് എനിക്ക് പിങ്ക് സോൾട്ട് കുറച്ചുകൂടി ഭക്ഷണം തോന്നുന്നു. ഓക്കെ, അങ്ങനെ എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴത്തെ സാഹചര്യം പറ്റില്ല. അത് മാക്സിമം ചെയ്യാൻ നോക്കാം. പിന്നെ ഷുഗർ കൊടുക്കാറില്ല, മാക്സിമം ഷുഗർ ഒക്കെ അവോയ്ഡ് ചെയ്തേക്കാണ് കേട്ടോ. പിന്നെ ചായ, മിക്ക കുട്ടികളും ചായ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലത്തെ വരുമ്പോ ചായ, വൈകിട്ട് ചായ ഒരിക്കലും കൊടുക്കാൻ പാടില്ല കേട്ടോ. കാരണം ചായപ്പൊടിയിലുള്ള കഫീൻ ഉണ്ടല്ലോ, നമുക്ക് ബോഡിയിൽ ചെല്ലുമ്പോ നമ്മുടെ ബ്ലഡ് കറക്റ്റ് നമുക്ക് അയൺ ഡെഫിഷ്യൻസി വരുന്ന പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ചായ കൊടുക്കാൻ പാടില്ല. എല്ലാം അതില് നമ്മുടെ പാരന്റ്സ് പറയും എന്റെ മക്കളൊക്കെ ചായ കുടിച്ചാളെന്നൊക്കെ പറയും, മനസ്സിലായോ? പക്ഷെ അതൊന്നും അതിനെയുണ്ട. ചായ കൊടുക്കുന്നില്ല. അവർ പറയുന്നത്
എന്റെ മൂത്ത മോനാണെങ്കിൽ 7 വയസ്സായി. അപ്പൊ അവര് പറയുന്ന 7 വയസ്സായില്ലേ, ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ 3 വയസ്സായപ്പോഴേ നമ്മളുടെ പിള്ളേരൊക്കെ ചായ കൊടുത്ത് പഠിപ്പിച്ചതാ. ഇല്ലായ്മ വരുമ്പോൾ എങ്ങനെ പാൽ മാത്രം കൊടുത്ത് പഠിപ്പിക്കുക, പാലിനകത്ത് ഒരു വിഷമൊന്നും ഇല്ലേ എന്നാ ചോദിക്കുന്നത് ഇന്നത്തെ കാലം. അതെ, അവര് ചോദിക്കും. കാരണം അവരുടെ കാലം വേറെ, നമ്മുടെ കാലം വേറെ, അത്രേ ഉള്ളൂ. പക്ഷെ അന്നത്തെ ചായപ്പൊടി നല്ലതായിരിക്കും. എനിക്ക് അറിയില്ല കേട്ടോ, ഇന്നത്തെ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ പറയാം. അന്നത്തെ അതുപോലെ ആയിരിക്കും ഇപ്പോ. ഇപ്പൊ എല്ലാവരും മിക്സിങ്ങാ, അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് ആരോഗ്യത്തിന് കൊള്ളാത്ത രീതിയിൽ കച്ചവടം, ബിസിനസ്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നണ്. മനസ്സിലായോ? പരസ്പരം ഒരാൾക്ക് കിട്ടി മറ്റൊരാൾക്ക് കൊടുത്ത്, അങ്ങനെ നമ്മുടെ ഇവിടെ അടുത്തൊക്കെ തന്നെ അങ്ങനെ അല്ലേ. പുറത്തുനിന്നുള്ളതൊന്നും അധികം യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, എല്ലാം ബിസിനസ്സാ. അതാണ് സംഭവം. മനുഷ്യന്മാർക്ക് ബുദ്ധി കൂടിയപ്പോ എല്ലാം വിഷമായി മാറി. അതാണ് സത്യം. ഓക്കെ, ബിസിനസ് മൈൻഡ് ആണ് എല്ലാം. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റിന് തന്നെ അറിയത്തില്ലേ, മാഗി കൊള്ളില്ല, ബിങ്കോ കൊള്ളില്ല, എല്ലാം അറിയാം. എന്നിട്ട് അവര് തന്നെ അപ്രൂവ് ചെയ്തേക്കണേ. സിഗരറ്റ്, വെള്ളടി എല്ലാം അവർ തന്നെ അപ്രൂവ് ചെയ്തേക്കണം. ഇത് നമ്മളോട് മേടിക്കരുത്. സംസാരിക്കരുത് കേട്ടോ. ഏഹ് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട. അല്ല, ഞാൻ പറയാം, നമ്മളിത് ഗവൺമെന്റ് അല്ലേ എല്ലാം നിർത്തലാക്കേണ്ടത്. നമ്മൾ ഈ കടയിൽ കാണുന്ന സാധനം പിള്ളേർക്ക് മേടിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഈ പരസ്യങ്ങള് എല്ലാം അവര് കാശുണ്ടാക്കണം. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇത് മേടിച്ചു കൊടുക്കാണ്ടിരിക്കാൻ ഞാനൊന്നും അങ്ങനെ മേടിച്ചു കൊടുക്കാറില്ല വിസേ. പുറത്തുള്ള ഇപ്പൊ ബിങ്കോ ആണെങ്കിലും ഒന്നും മേടിച്ചു കൊടുക്കാം. പിന്നെ വല്ലപ്പോഴും എല്ലാരും കഴിക്കുമ്പോ ഇപ്പൊ ഞാൻ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവര് മേടിച്ച് തിന്നണമെന്ന് അവർക്കൊരു ആകാംക്ഷ ഉണ്ടാവൂലേ. അതുകൊണ്ട് മാത്രം ചിലപ്പോ വല്ലപ്പോഴും. അപ്പോഴും എന്താ, ഞാൻ തിന്നില്ലായിരുന്നു ആദ്യമൊക്കെ ഈ വക സാധനങ്ങളൊന്നും. പക്ഷെ എന്റെ മക്കൾക്ക് വന്നതിന് മുമ്പ് എനിക്കുമല്ലോ അങ്ങനെ മക്കളെ മാത്രം വിഷം കൊടുക്കണ്ടോന്ന് ഞാനും ഇപ്പൊ മനസ്സിലായ. അല്ലെങ്കിൽ ഞാൻ അതൊന്നും ഇതാക്കില്ല. എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി. ഇപ്പൊ ചായ എന്റെ പിള്ളേര് കുടിക്കത്തില്ല. ഇതുപോലെ തന്നെ ഞാൻ കുടിച്ചിരുന്നതാണ് കുഞ്ഞുനാളില്. പക്ഷെ മക്കൾ കുടിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനും ചായ കുടി നിർത്തി. എന്താ പറഞ്ഞ, മക്കൾക്ക് വേണ്ട, അപ്പൊ ഞാനും വേണ്ട, പഞ്ചാര കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ മൂത്ത മോളൊക്കെ. പക്ഷെ അപ്പൊ നമ്മള് ആദ്യമൊക്കെ നിർബന്ധം. ഇപ്പൊ പാരന്റ്സ് ഇതുപോലെ അമ്മയുടെ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോ കുടിക്കുമെന്ന് പറയും. പിന്നെ അവർക്ക് വിഷമം ഉണ്ടാന്ന് പറഞ്ഞിട്ട് ഇളയ മോള് ഇതുപോലെ കുടിക്കും. ഇവിടെ അങ്ങനെ കാണിക്കില്ല, പക്ഷെ അവിടെ പോകുമ്പോ കുടിക്കും. ഞാൻ ചോദിക്കുമ്പോ വേണ്ട, ചായ അത്ര ടേസ്റ്റ് ഇല്ലെന്ന് പറയും. പക്ഷെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകുമ്പോ ചായ കുടിക്കും. ചിലപ്പോ അവിടുത്തെ ചായ നല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അമ്മൂമ്മയുടെ സ്നേഹം അതിനകത്തുണ്ട്, അതുകൊണ്ട് രുചി കൂടും. അതെ അതെ, അങ്ങനെ ഞാൻ പറയണേ. അപ്പൊ ഇതുപോലെ പറയും എന്റെ പേരൻസ്. പിന്നെ അങ്ങനെ എന്നോട് അങ്ങനെ സ്വന്തം അമ്മയച്ഛനെ കൊണ്ട് ഞാനിങ്ങനെ പറയെങ്കിലും അവർക്ക് വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ടെന്ന് പറയും. ചിലപ്പോ വേണ്ടാണ്ട്, ചിലപ്പോ അവര് കുടിക്കും. അപ്പൊ ഞാൻ ചായ വെച്ച് കൊടുക്കാത്തതുകൊണ്ടാ കുടിക്കാത്തേന്ന്. അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കത്തില്ല. വെറുതെ ഉണ്ടാക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ അമ്മ പറയും, ഇവിടെ കുടിക്കണ്ടല്ലോ, പിന്നെ നിനക്ക് ഉണ്ടാക്കി കൊടുത്താലെന്താ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ സ്വന്തം പേരൻസ് ആയതുകൊണ്ട് വഴക്കടി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറയും നിങ്ങളുടെ അടുത്ത് കുടിച്ചോട്ടെ എന്ന് പറയും. ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോ കുടിക്കണില്ല എന്ന് പറയും. ഓക്കെ ഓക്കെ. അപ്പൊ ചായയുടെ കാര്യം തീരുമാനം. ഇനി പാല് അല്ലെ മിൽക്കിലേക്ക് വരാൻ വേണ്ടി, നമുക്ക് നോർമലി നമ്മുടെ വീടുകളിൽ നിന്ന് വാങ്ങുന്ന പാലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് കൊടുക്കാം. പക്ഷെ പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ തിളപ്പിക്കരുത് കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഞാൻ പറയുമ്പോ എല്ലാം ശരിയെന്ന് വിചാരിക്കരുത്, സെർച്ച് ചെയ്യൂ കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോ നമുക്ക് കവർ പാലുണ്ടല്ലോ, നല്ല പാല്, കവർ പാല് വാങ്ങിയാല് അത് ഓൾറെഡി പാസ്ചറൈസ് ചെയ്ത് വെച്ച മിൽക്ക് ആണ്. അതുകൊണ്ട് നമ്മൾ പിന്നീടും അത് തിളപ്പിച്ചാല് അതിന്റെ എല്ലാ വൈറ്റമിൻസ് പോകും. ഓക്കെ, അങ്ങനെയാണ് പൊതുവെ പറയാ. നമ്മൾ പുറത്തെ കൺട്രിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ നോർമലി അവർ തിളപ്പിക്കാതെയാണ് യൂസ് ചെയ്യുക അല്ലെ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ തിളപ്പിക്കും. പക്ഷെ കവർ പാൽ ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ എല്ലാ ഗുണങ്ങളും അതിന്റെ പോകും. ഓക്കെ, ജസ്റ്റ് ചൂടാക്കാൻ, നമുക്ക് ചൂട് വേണമെങ്കിൽ മാത്രം ജസ്റ്റ് ചൂടാക്കാൻ കുടിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യാം കേട്ടോ. എല്ലാം സെർച്ച് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി എന്താണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ആലോചിക്കട്ടെ. നിങ്ങൾക്ക് എന്തിനും പറയാനുണ്ടോ? നമ്മളുടെ സ്മാർട്ടായ കുട്ടികളും ശ്രദ്ധിക്കണം. കാരണം അവർ ഈ പാസ്വേഡ് പോലുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിച്ചു വെക്കും. മീൻസ് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഷെയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മാം. ഇപ്പോൾ വൈഫൈ പാസ്വേഡും അങ്ങനത്തെ കാര്യങ്ങൾ സ്മാർട്ടായ കുട്ടികളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വലിയ കുട്ടികൾ അല്ലെങ്കിൽ 5, 5th, 6th ആ ഒരു സ്റ്റാൻഡേർഡ് അവർ ശരിക്കും അറിയില്ല അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച്. പക്ഷെ അവര് കുറച്ചൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി മേ ബി എല്ലാം ഷെയർ ചെയ്യും മറ്റുള്ളവരായിട്ട്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ പറഞ്ഞു കൊടുക്കുക, അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറ്റില്ല. ഒരു എത്ര വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും? മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ മാത്രമേ നമുക്ക് പറ്റൂ. കാരണം പുറത്തിറങ്ങി അവർ ചെയ്യുന്ന കാര്യം എന്താ നമുക്ക് അറിയില്ലല്ലോ അല്ലെ. പക്ഷെ പറഞ്ഞു കൊടുക്കാം.
ഇപ്പൊ പാരന്റ്സ് എന്ന് പറയുമ്പോ അതിന്റെ മെറിറ്റ്സ് ആണെങ്കിലും ഡിമെറിറ്റ്സ് ആണെങ്കിലും എന്തിന്റെ ചെയ്യാനില്ല അത് പറഞ്ഞു കൊടുക്കുക. ബാക്കി അവരിഷ്ടമാണ്, അവരിഷ്ടത്തിന് ഇവിടെയും വേണം. അല്ലാതെ ഫുൾ ടൈം നമ്മൾ കൺട്രോൾ ചെയ്ത് പിടിക്കാനും പറ്റില്ല അല്ലെ. ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഓവറായിട്ട് അങ്ങോട്ട് ഫ്രീഡം കൊടുത്ത് വിടാനും പാടില്ല. അറിയാലോ ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതിനനുസരിച്ച് കൺട്രോളും വേണം. അതുപോലെ തന്നെ അവർക്ക് ഓക്കെ ഫ്രീഡം ഉണ്ടെന്നുള്ള തോന്നലും കൂടെ വേണം. എല്ലാം ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് പാരന്റ്സ് എത്ര വയസ്സ് വരെയാണ് പറയാല്ലേ, പിള്ളേർക്ക് ഒരുവിധം അറിവാകുന്ന വരെയും നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. അധികം ടെൻഷൻ അടിക്കുകയും വേണം, കഷ്ടപ്പെടുകയും വേണം അല്ലെ. അതുകൊണ്ട് നന്നായിട്ടൊക്കെ നോക്കുക, നന്നായിട്ടൊക്കെ പഠിപ്പിക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് മാം. പാരന്റ്സിന് സ്നേഹം കൂടുതലായിട്ടും കുട്ടികളിലെ ഡിഫക്ട്സ് എന്താ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് അവർ തിരിച്ചറിയത്തില്ല. ഞാനൊരു ഇൻസിഡന്റ് പറയാം. എൻ്റെ ഹസ്ബൻഡ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അഡ്മിഷന് വേണ്ടി ഒരു കുട്ടീനെ കൊണ്ടുവന്നപ്പോൾ ഹസ്ബൻഡും വൈഫും ഈ കുഞ്ഞും ഇവന് 6 വയസ്സായി. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ നേരെ നോക്കാറില്ല, ഇവന് ആണേതാ പെണ്ണേതാന്നറിയാം. പക്ഷെ ഈ അച്ഛനും അമ്മയ്ക്ക് ഇത് മനസ്സിലാവുന്നതേ ഇല്ല. അപ്പൊ അവര് ഓവർ കെയർ ആയിട്ട് ഈ കുഞ്ഞിന്റെ പ്രോബ്ലം എന്താന്ന് ഇവർക്ക് മനസ്സിലാവുന്നതില്ല. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞ അവിടെ അപ്പൊ നമുക്ക് ഇങ്ങനെ റൂൾസ് ഉണ്ടല്ലോ, ഇവിടെ ഭയങ്കരമായിട്ട് റൂള് നന്നായിട്ട് നോക്കുന്ന സ്ഥലങ്ങൾ. അപ്പോഴേക്കും കുട്ടിക്ക് അഡ്മിഷൻ തരാൻ പറ്റില്ല. നമുക്ക് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഹസ്ബൻഡിനോട് ദേഷ്യം തോന്നി, തരാൻ പറ്റത്തില്ല കാരണം കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്ന് ഹസ്ബൻഡ് തുറന്നു പറഞ്ഞു. അത് ആ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇതായി. അവർ ഭയങ്കരമായിട്ട് കരഞ്ഞു, എൻ്റെ കുഞ്ഞിന് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല, നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം എനിക്കിത് കേട്ടപ്പോൾ ആദ്യം ഹസ്ബൻഡിനോട് ദേഷ്യം തോന്നി, എന്തിനാ അങ്ങനെ ഡയറക്റ്റ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതെനിക്ക് പറഞ്ഞേ പറ്റത്തില്ല, കാരണം എൻ്റെ ജോലിയുടെ ഭാഗമാണ്, അങ്ങനെയുള്ള കുട്ടികളെ അവർക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെ റൂളുണ്ട്. അപ്പൊ ഈ അച്ഛനും അമ്മയും ഈ കുഞ്ഞിനോട് ഓവറായിട്ട് സ്നേഹത്തിലായതുകൊണ്ട് ഈ കുട്ടിയുടെ പ്രശ്നം എന്താന്ന് ഇവർക്ക് മനസ്സിലായിട്ടേ ഇല്ല. എന്നിട്ട് ഇവര് പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ 6ാമത്തെ വയസ്സിലാണ് അവർ അറിയുന്നത് ഈ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടെന്ന്. അത് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ കുട്ടിക്ക് അച്ഛനാരാ അമ്മയാരാ ടോയ്ലറ്റ് എവിടാ ഒരു കാര്യങ്ങളും അറിയത്തില്ല. അവനെ ഇങ്ങനെ ഫ്ലാറ്റ്, ഇവിടൊക്കെ ആകുമ്പോ ഇങ്ങനെ അടഞ്ഞ ജീവിതമല്ലേ മാം. അപ്പൊ ഫ്ലാറ്റിൽ ഇങ്ങനെ അടച്ച് അങ്ങനെ തന്നെ ടിവിയും ഫോണും കൊടുത്ത് അങ്ങനെ അവരാക്കിയതാണ് ആ കുട്ടീനെ. അവര് പറയുവാണ് ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവര് വെളിയിലോട്ടേ ഇറങ്ങത്തില്ല, വല്ലപ്പോഴും ഷോപ്പിങ്ങിന് മാത്രം പോകും, അത് ആഴ്ച ഒരിക്കൽ വല്ല, അല്ലാതെ ഈ കുട്ടീനെയും കൊണ്ടൊന്നും വെളിയിലോട്ട് പോകത്ത് പോലും ഇല്ല. അത് കാരണം അവൻ ഒരു കാര്യങ്ങളും അറിയത്തില്ല. അത് ആ പാരന്റ്സിന്റെ ഭാഗത്തെ വീഴ്ചയല്ലേ. ഇപ്പൊ ഈ 6ാമത്തെ വയസ്സിൽ അഡ്മിഷൻ എടുക്കാൻ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് മറ്റൊരാൾ പറയേണ്ടി വന്നില്ലേ, ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ, ആ കുട്ടിയുടെ ഭാവി പോയില്ലേ. അച്ഛൻ്റെ അമ്മയുടെ ഓവർ കെയർ കൊണ്ടല്ലേ സംഭവിച്ചത്. ഇപ്പൊ അതിന് ഓട്ടിസം ഉള്ളത് കൊണ്ട് അപ്പൊ നമ്മുടെ സ്കൂളില് ഓട്ടിസം ഉള്ള കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല, അങ്ങനെ റൂളുണ്ട് വേറെ. അപ്പൊ അതിനുള്ള സ്കൂളുണ്ട്, ആ സ്കൂളിൽ ആ കുട്ടീനെ ആക്കി. അപ്പൊ പിറ്റേ ദിവസം ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ആ പാരന്റ് മലയാളിയാണ്, ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പം പുള്ളി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സാറ് പറഞ്ഞുകൊണ്ടാണ് എനിക്കത് ഭയങ്കരമായിട്ട് അന്നേരപ്പോൾ ഫീലായി, പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ്. അപ്പം പുള്ളി ഇങ്ങനെ ആ കുട്ടിയുടെ അച്ഛനൊരു ഹോട്ടലിലെങ്ങാണ്ടാ ജോലി. അപ്പൊ രാവിലെ പോവും, ഇങ്ങനെ ഷെഡ്യൂൾ. അപ്പൊ രാത്രി ടയർഡായിട്ട് വന്ന് കിടന്നിറങ്ങും. പുള്ളി കുട്ടിയെ ശ്രദ്ധിക്കത്തില്ല. വൈഫ് ഇങ്ങനെ ഫോണും തന്നെ ഇരുന്ന് ചെയ്യും. അപ്പം അങ്ങനെ പറഞ്ഞ് ഇപ്പം വേറെ സ്കൂളിലോട്ട് ആക്കിയതിനെ. ഞാൻ ഹസ്ബൻഡ് ഇത് പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു, കാരണം നമുക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള റൂൾ ഇല്ല, അതുകൊണ്ടാണ് അഡ്മിഷൻ കൊടുക്കത്തില്ലെന്ന് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നത്. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഓട്ടിസം ഉണ്ടെന്ന്. അപ്പൊ അച്ഛനും അമ്മയും കുഞ്ഞിലേ തന്നെ കുട്ടികളുടെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പോരായ്മകൾ എന്നൊക്കെ ശ്രദ്ധിക്കണ്ടേ. അവരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച കൊണ്ടല്ല ഇപ്പൊ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം. അതിന് ജനിച്ചപ്പോ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ അടഞ്ഞിരുന്ന് റൂമിൽ അടഞ്ഞിരുന്നിട്ട് വന്ന പ്രശ്നമാണ്. അവർ ഓവർ കെയർ ആയതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല. ഇപ്പോഴും ആ കുട്ടിക്ക് അച്ഛൻ ആരാ അമ്മ ആരാന്ന് അറിയത്തില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അതിങ്ങനെ തല പൊക്കി നോക്കത്തേ ഇല്ല. ഇതൊക്കെ ആ പാരന്റ്സ് ആദ്യമേ തന്നെ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ, കുഞ്ഞിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ, അവരുടെ ഭാഗത്തെ വീഴ്ചയല്ലേ. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ ഭാവി പോയില്ലേ. ഓരോ അതൊരു വലിയ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നോട്ട് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ടാകും അല്ലെ.
നമ്മൾ ഓരോ അത് കാര്യം ഭയങ്കര കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന പ്രായത്തിൽ അവർ ഓടിക്കളിക്കേണ്ട പ്രായമാണ് അവർ ഓടിക്കളി. നമ്മളത് മാക്സിമം എഫേർട്ട് എടുക്കണം. ഇപ്പൊ ഞങ്ങൾ ഫ്ലാറ്റിലായിരുന്നു. കുട്ടിക്ക് 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒമാനിൽ വന്നതാ. അപ്പൊ അവള് ഫ്ലാറ്റിലായപ്പോ അവള് അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അവള് സംസാരിക്കത്തില്ലെന്ന് തോന്നി തുടങ്ങിയപ്പോ ഞങ്ങളൊരു വീടെടുത്ത് വീട്ടിലോട്ട് മാറി. എന്നും വൈകുന്നേരം ഞാൻ ഇവളെ വാക്കിങ്ങിന് കൊണ്ടുപോകും. നൈറ്റ് ഞങ്ങൾ സൈക്കിൾ ചവിട്ടാനൊക്കെ പോവും, പാർക്കിൽ പോവും. ഇപ്പൊ പുള്ളി ഭയങ്കര ആക്റ്റീവാണ്, ഫ്രണ്ട്സുമായിട്ട് കളിക്കുകയൊക്കെ. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ എഫേർട്ട് എടുക്കണം. നമ്മളതല്ല നമുക്ക് പറ്റില്ല, നമ്മളിപ്പോ ഹസ്ബൻഡിനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട്, നമ്മൾ അവരെ കുറ്റം, നമ്മൾ വേറൊരു സ്ഥലത്താകുമ്പോൾ അവരുടെ ടൈം ഷെഡ്യൂളിനനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ എഫേർട്ട് എടുത്ത് വേണ്ടേ അവരെ ശ്രദ്ധിക്കാനായിട്ട്. ഇന്നൊരു ടൈമിങ് വെച്ച് അവരെ നോക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ കുട്ടിയെ എൻ്റെ കുട്ടിക്ക് 2 വയസ്സും 4 മാസമായി. അപ്പൊ അവളെ ഇപ്പൊ എഴുതിപ്പിച്ചു. അപ്പൊ ഞാൻ എന്നും ഡെയിലി അവളെ എഴുതിപ്പിക്കാറുണ്ട്. അത് ഒന്നും എഴുതിപ്പിക്കത്തില്ല, സ്ലേറ്റും പെൻസിലും നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ട് വരുത്തിച്ച് എന്നിട്ട് അവളെ ഞാൻ എഴുതിപ്പിക്കും. ജസ്റ്റ് സ്ലേറ്റും പെൻസിലും കൊടുക്കും, എന്തെങ്കിലും എഴുതിക്കോളാൻ പറയും. അപ്പൊ അവളിങ്ങനെ കുത്തി വരച്ച് ഇപ്പൊ വീട് മുഴുവൻ കുത്തി വരച്ച് വെച്ചിരിക്കുക. അപ്പൊ ഓരോ പ്രായത്തിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ അതിനെ എൻകറേജ് ചെയ്യും. ഇപ്പൊ വീട് ഫുള്ള് കുത്തി വരച്ച് ഹസ്ബൻഡ് പറയാം, ഹൗസ് ഓണർ വന്നു കഴിഞ്ഞാൽ എന്റെ ഇതിന് മുഴുവൻ പെയിന്റ് അടിപ്പിക്കും. ഞാൻ പറഞ്ഞു പെയിന്റ് അടിച്ചാലും കുഴപ്പമില്ല, അവൾക്ക് എന്താ ചെയ്യാൻ തോന്നുക അതിൽ അവള് ചെയ്യട്ടെ, അവൾ ആക്റ്റീവായിട്ടിരിക്കട്ടെ, അവള് സന്തോഷമായിട്ടിരിക്കട്ടെ. ഞാൻ കുക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ നോക്കും പുള്ളി എന്താ ചെയ്യുന്നതെന്ന്. കുറച്ച് ടീ വെച്ച് കൊടുത്താലും പുള്ളി അവിടെ ഇരുന്ന് മറ്റേ ആ ഇതില്ലേ മാം, എന്തുവാ ഇങ്ങനെ അടുക്കി വെക്കുന്ന ക്യൂബ് പോലത്തെ ഒരു സംഭവം ഇല്ലേ, അതിവിടെ ഇഷ്ടം പോലെ കിട്ടും. അതിന്റെ ഒരു ബക്കറ്റ് തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. പുള്ളിക്ക് ഇഷ്ടം ഇങ്ങനെ വീടൊക്കെ ഉണ്ടാക്കാനും പല പല സാധനങ്ങൾ ഉണ്ടാക്കാനും. അതും വെച്ച് കളിച്ചുകൊണ്ടിരുത്തോളൂ. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യപ്പോഴും ഇത് വെച്ച് കൊടുത്തോണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ആൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നോളൂ. അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ നമ്മുടെ ഇടിയപ്പത്തിന്റെ ഈ ഇഡലി ഉണ്ടാക്കുന്ന പാത്രമില്ല, പുള്ളിക്ക് അതിലോട്ട് ഇങ്ങനെ വെള്ളം കോരിയൊക്കെ ഒഴിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ പിന്നെ അത് വെച്ച് കൊടുക്കും. കുറച്ച് നനഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ എന്തോ അവർക്ക് ഇഷ്ടമുള്ളത് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. ഓക്കെ, ഇപ്പൊ അവർ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് എന്തെങ്കിലും നോക്കിയല്ലാന്ന് തോന്നി അവരോട് പറഞ്ഞു കൊടുക്കണുണ്ടോ. ഞാൻ അങ്ങനെ കൂടി ചെയ്യുന്നുണ്ട്. മീൻസ് ഇപ്പോ പറഞ്ഞ പോലെ ചുമരില് വരയ്ക്കുന്നു, അതോ ആ ടൈമിലുള്ള സംഭവം ആണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു കൊടുക്കണം അവിടെ വരയ്ക്കാൻ പാടില്ല, അവിടെ എല്ലാം വരയ്ക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കുറച്ചുകൂടെ കേൾക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബുക്കിലാണ് വരയ്ക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു ബുക്കിൽ വരയ്ക്കും. അപ്പൊ എന്താണെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. അല്ലാതെ പിണങ്ങാന്നല്ല പറയുന്നത്, പറഞ്ഞു കൊടുക്കാം. ഞാനും പറയും ഇവിടെ വരയ്ക്കരുതെന്ന് പറയും. പിന്നെ ഞാൻ ഒരു ബോർഡ് വാങ്ങിച്ചു കൊടുത്തു, അതിൽ മാർക്കർ ഇട്ട് വരച്ചെന്ന് അതേ വരയ്ക്കത്തില്ല, കയ്യെ മുഴുവൻ വരച്ചു വെക്കും മാർക്കർ ഇട്ട്. മാർക്കർ ആണെ പോത്ത് പോലും ഇല്ല. അതും പറഞ്ഞു കൊടുക്കുക. കയ്യിലായി കഴിഞ്ഞാലും അതും പറഞ്ഞു കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് വായിൽ വെച്ചാലും അതും സീനാണ്. ഓക്കെ, പക്ഷെ പുള്ളി ഉണ്ടല്ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എന്റെ അടുത്ത് പറയും അമ്മ കൈ കഴുകു. ഇപ്പൊ സംസാരിക്കാൻ കുറച്ച് തുടങ്ങിയതേ ഉള്ളു. കയ്യിലായ അമ്മ കൈ കഴുകു അങ്ങനെ പറയും. എന്റെ മോള് അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ ആള് കുറച്ച് നീറ്റാണ്, ക്ലീൻ ആണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നന്നായിട്ട് ഓവർകെയറിംഗ് കുറച്ചൊക്കെ ഡേഞ്ചർ ആണ്. എന്റെ മോള് ഇപ്പൊ 3ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഇതുപോലെ തന്നെ പെയിന്റ് അടിച്ചുള്ളൂ, ഇനി അടിക്കരുതെന്നൊക്കെ ഇതൊന്നും പ്രായമല്ല. പക്ഷെ പുള്ളിക്കാരിയുടെ പണി തുടങ്ങി. ബുക്കെല്ലാം അടിക്കണ്ടേന്നൊക്കെ അറിയാം, പക്ഷെ എന്താ പറയണ അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഓരോന്ന് വെട്ടുക, ഒട്ടിക്കുക. ഇപ്പൊ നമ്മൾ വിചാരിച്ചു മൊബൈല് നോക്കണേനും നല്ലതല്ലേ, മൊബൈൽ കൊടുക്കാണ്ടിരിക്കണേനും നല്ലതല്ലേ എന്ന് വെച്ചിട്ട് ഞാനിപ്പോ വിട്ടുകൊടുത്തേക്കണേ. എത്ര പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്ക് അറിയാം ചെയ്യരുതെന്ന് അറിയാം. പക്ഷെ അവര് ഓരോന്ന് വെട്ടുകയും തന്നെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇന്നാള് പറഞ്ഞല്ലേ ഞാൻ ചെയ്യരുതെന്ന്. അപ്പൊ ഞാൻ സ്റ്റാർ ഉണ്ടാക്കിയേക്കണേന്ന്. പിന്നെ ഞാൻ നേരത്തെയൊക്കെ ഞാൻ നല്ല ആദ്യം മൂത്ത മോളായിരുന്നപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഞാൻ. പക്ഷെ അതേ സമയത്ത് ഇപ്പം ഇളയ മോളുടെ അടുത്ത് എല്ലാം വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ മൂത്ത മോൾക്ക് ശരിക്കും ദേഷ്യമുണ്ട് എന്നോട്, അവളോടും ദേഷ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ എല്ലാ പെയിന്റൊക്കെ അടിച്ച വിഷയം വന്നാലും പറഞ്ഞു കൊടുത്താലും നിറയെ ബുക്ക് ഉണ്ടെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി പോലെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വെട്ടുക, ഒട്ടിക്കുക. സ്പേസ് മാത്രം കൊടുക്കുക, ഒരു ചുമര് മാത്രം ഇവിടെ മാത്രം വരയ്ക്കൂ എന്ന് പറയുന്ന രീതി വ്യത്യാസം കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ മാത്രം വരയ്ക്കും, അവിടെ നമുക്ക് വരയ്ക്കും കേട്ടോ അതൊക്കെ പറയാൻ ഇങ്ങനെ കളിയിലൂടെ ഒക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ കേൾക്കും. ഇതിപ്പം ബാക്കിൽ നിന്ന് ഒട്ടിക്കുന്ന ഒരു ഇതില്ലേ ബുക്കിന്റെ പേപ്പർ അങ്ങനെ. അപ്പൊ എന്തെങ്കിലും മുത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ച് അവൾക്ക് ഇത് അവളുടെ വീടാണ് എന്നുള്ള ആ ഒരു ഇതില് മോഡിഫൈ ചെയ്യണേണ്.
എന്റെ എന്റെ വീട് ഞാൻ മോഡിഫൈ ചെയ്യണേന്ന് പറയും. പിന്നെ ഞാനൊന്നും മിണ്ടല്ല. എന്തായാലും എപ്പോഴെങ്കിലും പെയിന്റ് അടിക്കും. പിള്ളേരെ അങ്ങനെ ഇതായിക്കോട്ടെ. ഞാൻ മൊബൈൽ കൊടുക്കാത്തതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ വിട്ടിരിക്കണേ. അവളെ എടുത്ത് വെട്ടുക, ബൊമ്മയുടെ മുടിയൊക്കെ വെട്ടും, ഉടുപ്പൊക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെട്ടി ബൊമ്മയ്ക്കൊക്കെ ഇടും. പിന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റി ആയി. അപ്പൊ കളിയാക്കും, ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യനാ, ബൊമ്മേനെയൊക്കെ ബ്യൂട്ടി പാർലർ ഒറിജിനൽ ലിപ്സ്റ്റിക്കും ബ്യൂട്ടീസ് ഒക്കെ കൊണ്ടേ അടിക്കും. അപ്പൊ ഞാൻ പറയും വേസ്റ്റ് ചെയ്യില്ലേന്ന് പറയുമ്പോ ഞാൻ മേക്കപ്പ് ചെയ്യണേന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും എല്ലാ പിള്ളേരും എഞ്ചിനീയർ ഇതൊക്കെ ആവരുതല്ല, അവരുടെ ഇഷ്ടത്തിനെ കൊണ്ട് വിട്ടേക്കണേ. ഞാൻ പറയണേ നമ്മളിപ്പം എന്താ മൂത്ത മോളെ ഇത്തിരി നല്ല സ്ട്രിക്റ്റ് ആയിട്ട് അവള് പഠിത്തത്തിലാ കോൺസെൻട്രേഷൻ. ഇളയാള് അത്ര ഇതല്ല. പുള്ളിക്കാരി ഇങ്ങനെ അവളും നല്ലോണം വരയ്ക്കുകയൊക്കെ ചെയ്യുമെങ്കിലും പഠിത്തത്തില് ഇതാ. ഇളയാള് പക്ഷെ ഇത്തിരി പഠിത്തത്തില് എന്താ പറയണ, സ്കൂളിൽ പോയി വന്ന് പഠിച്ചിരിക്കണേ, ഇനി പഠിക്കില്ലാന്ന് ബുക്ക് എടുക്കില്ല ടീച്ചറെ. വീട്ടിൽ വന്നാല് ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല, എടുക്കണില്ല. പിന്നെ ഞാൻ ഇവിടെ അനിയത്തി ട്യൂഷൻ എടുക്കണുണ്ട്, പിടിച്ച് വലിച്ച് പൊക്കി എടുത്താ കൊണ്ടുപോകണം. തൊട്ടടുത്താണ് വീടായതുകൊണ്ട് ഭയങ്കര പൊക്കി എടുത്തൊക്കെ കൊണ്ടുപോകണം ട്യൂഷന് വിടാനായിട്ട്. 3-ാം ക്ലാസ്സിലായി. സ്കൂളിൽ പോകാൻ രാവിലെ എണീക്കാൻ മടി, ഭയങ്കര ഇതാ. അത് ഭയങ്കര ഇതാ, എത്ര ഇതാക്കിയിട്ടതില്ല. ലാസ്റ്റ് പിന്നെ എന്തായാലും വിടുന്ന അറിയണോണ്ട് പിന്നെ പോകും. കരയണൊന്നുമില്ല. പഠിക്കാൻ എല്ലാം പഠിച്ചിട്ട് വന്നെന്നാ പറയണേ ടീച്ചറെ. അവര് വന്നാ ഇന്നത് എടുത്തെന്ന് വന്ന് പറയണൊന്നുമില്ല. സ്കൂളിൽ നിന്ന് പോയി വന്നിട്ട് പറയത്തില്ലേ ഇന്നത് എടുത്ത്, എന്തെങ്കിലും പാട്ട് പാടിത്തന്നോ, അതൊന്നുമില്ല. അതേസമയത്ത് മൂത്ത മോളെല്ലാം ഇങ്ങനെ ഇന്നത് എടുത്തെന്ന് പറഞ്ഞാൽ ഓരോന്നും എടുക്കും, കൈയോടെ ഹോംവർക്കൊക്കെ ചെയ്യണ ആളായിരുന്നു. ഇത് ഹോംവർക്ക് എന്ന് പറഞ്ഞതേ ചെയ്യണ ആളല്ല വീട്ടിൽ വന്ന. പിന്നെ ഞാനിപ്പം എന്താ പറയണ, ഈ കൊറോണയുടെ ആ മൊബൈൽ യൂസ് അവര് അങ്ങനെ പഠിച്ചുകൊണ്ട് അവര് ഇതിലിപ്പോഴാണ് എഴുതാനൊക്കെ തുടങ്ങിയത്. 3-ാം ക്ലാസ്സിലായപ്പോഴാണ് എന്റെ മോളിപ്പം എഴുതാനൊക്കെ തുടങ്ങിയേക്കണം. അതായത് അവർക്കിപ്പം വീഡിയോ എടുക്കാതെ പറഞ്ഞാൽ ഓക്കെയാണ്. വീഡിയോ എടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവർ ഓക്കെയാണ്. പക്ഷെ എഴുതാനും പിടിക്കാനൊന്നും പറ്റത്തില്ല. വേണമെങ്കിൽ വല്ലതും ടൈപ്പ് ചെയ്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ വല്ലതും ടൈപ്പ് ചെയ്യാനൊക്കെ അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റാ. ഞാൻ പറയണേ ഇപ്പൊ നമ്മള് വേണ്ടെന്ന് പറഞ്ഞാലും അറിയാം അവൾക്ക് എഴുതരുതെന്ന് അറിയാം. പക്ഷെ എന്നാലും എന്താ പറയണത്, ഒരു തമാശ, എല്ലാം കളി. മാർക്കർ ഇതുപോലെ തന്നെ എഴുതി വെച്ചു, വണ്ടിയിലും കൊണ്ട് എഴുതി വെച്ചു പുള്ളിക്കാരി. മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ. എല്ലാവരോടും അങ്ങനെ തന്നെയാണ്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. കുരുത്തക്കേട് കൂടുതലാണ്. ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ, ഈ ഓട്ടിസം ഇപ്പം ചിന്നുമോൾ പറഞ്ഞ പോലെ സ്ക്രീൻ കൊടുക്കുന്ന കൊണ്ട് ഓട്ടിസം ആകുന്നതാണോ? ബിക്കോസ് നോർമലി ഓട്ടിസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജനിക്കുമ്പോൾ തൊട്ടുള്ള ഒരു നെർവൽ ഡിസോർഡറാ. അപ്പൊ അത് നമ്മൾ ഈ ഫോൺ കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ അടിഞ്ഞ മുറിയിൽ മീൻസ് ഒറ്റയ്ക്കുള്ള ജീവിതമാകുമ്പോൾ ഓട്ടിസം വരാൻ സാധ്യത ഉണ്ടോ? എന്നോടാണോ ചോദ്യം? സാധ്യത ഉണ്ടോന്നാണ് ചോദിച്ചത്? അല്ല, മാമിനോടാ ചോദിക്കുന്നത്. അങ്ങനെ ആണോന്ന് ഞാൻ ചോദിച്ചേ. എനിക്ക് തോന്നുന്നു ബോധത്തിലുള്ളതായിരിക്കാം മേ ബി ഓട്ടിസം അങ്ങനെയാണ്. പക്ഷെ അത് കണ്ടിട്ടുള്ളത് ഓട്ടിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ജനനം ഉണ്ടാകും, ഇല്ലെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് 2 ഇയേഴ്സിലാ നമുക്ക് ഓട്ടിസം കണ്ടുപിടിക്കാൻ പറ്റും. ആ പിള്ളേരെ കാണുമ്പോൾ തന്നെ വ്യത്യാസമുണ്ട്, ബിഹേവിയറിലായാലും അവരെ അല്ലാതെ ടെമ്പറിലായാലും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ സ്ക്രീൻ നമ്മൾ കാണിക്കുമ്പോൾ ഇല്ലെങ്കിൽ വീട്ടിൽ അത് തനിയെ ഇരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ കൂടെ ഇരിക്കാത്ത കൊണ്ട് ഓട്ടിസം വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എനിക്ക് ഇപ്പൊ ചിക്കുമോൾ പറഞ്ഞ കേസിൽ തോന്നുന്നത് ഓൾറെഡി ആ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാകാം. പക്ഷെ ഈ പാരന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ആകുമ്പോൾ ഏതൊരു പാരന്റും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. പൊതുവെ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്. കുട്ടി ആദ്യം ഇരിക്കുന്നു, കുട്ടിയിഴയുന്നു അല്ലെ, നടക്കുന്നു, പിന്നെ എന്തെങ്കിലും സംസാരിക്കുന്നു, ഏതെങ്കിലും വേർഡ്സ് പറയുന്നു. ഇതൊക്കെ നമുക്ക് ഒരു ബുക്ക് കിട്ടുമ്പോ ബുക്കിൽ കറക്റ്റ് ആണ് കൊടുക്കുന്നുണ്ട്. സോ ഇതെല്ലാം ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ കുട്ടിക്ക് എന്തോ ഉണ്ട് എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പാരന്റ്സ് ശ്രദ്ധിച്ചിട്ടില്ല, ഒട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, മേ ബി അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഫോൺ കൊടുത്തിട്ടുണ്ടാകും. ഒട്ടും എനിക്ക് തോന്നുന്നു കേട്ടിട്ട് ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് 6 വയസ്സ് വരെയും പോയത്. അല്ലെങ്കിൽ അതൊക്കെ ഉള്ളിൽ തന്നെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് പാരന്റ്സിന്റെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു ചിക്കുമോള് സംസാരിച്ചപ്പോൾ. എന്റെ ഒരു ചേട്ടന്റെ മോളുണ്ട്, ഇതുപോലെ തന്നെ ഫ്ലാറ്റിനുള്ളിലായിരുന്നു. പക്ഷെ ഓട്ടിസം ഒന്നും തോന്നണില്ല. പക്ഷെ ഇതുപോലെ തന്നെ അവര് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് അച്ചാമ്മയൊക്കെ ഉണ്ട്, വേറെ ആരായിട്ടും മിണ്ടണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുട്ടി പുറത്തു വന്ന് ആരോടും മിണ്ടില്ല, ഒരു വാ തുറന്നും മിണ്ടത്തില്ലായിരുന്നു. ചേച്ചിക്കാണെങ്കിൽ ഇങ്ങനെ ലേറ്റ് പ്രഗ്നൻസിയാണ്, കുറെ കഴിഞ്ഞിട്ട് ഉണ്ടായതാ. അപ്പം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഓട്ടിസം എന്ന് പറയാനില്ല. എന്നാല്
മിണ്ടിയൊക്കെ തുടങ്ങി ഇപ്പൊ. അവർക്കത് മനസ്സിലായത് കുറെ വൈകിയാ മനസ്സിലായത്. ഇങ്ങനെ ഓട്ടിസം അല്ല, കുട്ടിയെ ആരായിട്ടും മിണ്ടാണ്ട് ഈ ടി വി മാത്രം വെച്ചു കൊടുത്തപ്പോഴത്തേക്കും കുട്ടിക്ക് വർത്താനം പറയണില്ലേ, നേരം ടി വി നോക്കി ഇരിക്കുക. മനസ്സിലായ? ഫുഡ് കൊടുക്കുക. അത് ഓട്ടിസം അല്ല, പക്ഷെ അത് എനിക്ക് തോന്നുന്നു നമ്മള് സംസാരിക്കുന്ന രീതിയിൽ നമ്മള് ബിഹേവിയർ ഉണ്ടല്ലോ, അവർക്ക് അത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വരാം. കാരണം അത്രയേ ഉള്ളൂ, നമ്മൾ അവരോട് സംസാരിക്കണം അല്ലെ? അതന്നെ, ഇവര് എപ്പോഴും ഈ മൊബൈല്, ഇവർക്ക് തിരക്കില്ല, ഇവര് പാരന്റ്സിന്റെ തിരക്കാണ്. അച്ഛമ്മയും അമ്മമ്മയും അങ്ങനെ ടി വി കണ്ടോട്ടെ, അത് ഇഷ്ടമാണ്. ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് കാർട്ടൂൺ വെച്ചു കൊടുത്തിരിക്കുക. പാരന്റ്സ് സംസാരിക്കേണ്ടടുത്ത് അവര് സംസാരിക്കണ്ടേ? മനസ്സിലായി? അങ്ങനെ ആയിട്ട് അങ്ങനെ മിണ്ടാണ്ട് അങ്ങനെയൊക്കെ ആയി. പിന്നെ ഇപ്പൊ എന്നിട്ട് ഇപ്പൊ പുറത്തൊക്കെ കൊണ്ടുപോയി ഇപ്പൊ പയ്യെ കുറച്ചൊക്കെ മിണ്ടി തുടങ്ങി. വാ തുറന്ന് മിണ്ടത്തില്ലായിരുന്നു വെച്ച്. ഓട്ടിസം അല്ല അത്, പക്ഷെ ഇങ്ങനെ ലേറ്റ് ആയിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാ പാരന്റ്സ് ശ്രദ്ധിക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. പാരന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ. ഓക്കെ, ജനിക്കുമ്പോ മുതല് നമ്മള് ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും, എല്ലാം. ബിക്കോസ് ആസ് എൻ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുവാണെങ്കിൽ, ഞങ്ങൾക്ക് വെളിയിൽ താമസിച്ചത് കൊണ്ട് നമ്മളൊക്കെ ഫ്ലാറ്റിലാണ് താമസിച്ചത്. ഇപ്പൊ എന്റെ കുഞ്ഞു പ്രായത്തിൽ അത് ഞാൻ എന്റെ അമ്മ നേഴ്സ് ആയതുകൊണ്ട് അവർക്കൊക്കെ നഴ്സിംഗ് ആൾക്കാർക്ക് വളരെ കുറച്ചേ മെറ്റർണിറ്റി ലീവ് പണ്ട് കിട്ടത്തുള്ളായിരുന്നു. ഈ 56 days ആയ കൊച്ചിനെ ആ സമയത്തിലൊക്കെ പപ്പ ഗൾഫിലായിരുന്നു. അപ്പം മമ്മിയും ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു റൂം കിട്ടും, അവിടെയാ താമസം. വേറെ ഒരാളില്ല, നമ്മളെ ഫാമിലി റൂം. അപ്പൊ അമ്മയും തന്നെ ഉള്ളു. അപ്പൊ മമ്മിക്ക് ജോലിക്ക് പോകുമ്പോൾ മമ്മി 56 ഈ 2 മാസമായുള്ള കൊച്ചിനെ രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ രാവിലെ ക്ലച്ചിൽ പോയി വിടും. പിന്നെ ഒരു സമയമാകും, ചില സമയത്ത് ഫീഡിങ്ങിന്റെ സമയത്തൊക്കെ. അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റിലൊക്കെ തന്നെ ജീവിച്ചു വളർന്ന ഒരു പ്രായം വരെ ഞാൻ, എനിക്ക് തോന്നുന്നത് ഒരു 2ാം ക്ലാസ് വരെ ഞാൻ ക്ലച്ചിയുമായി വളർന്നതാ. അപ്പം നമുക്ക് അവിടെ എന്ന് പറഞ്ഞാൽ വെളിനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലുള്ള ഫ്ലാറ്റ്സ് കൂടുതലാ ഉള്ളത്. ഇൻഡിവിജ്വൽ വീടുണ്ട്, പക്ഷെ വളരെ കുറവാ. പക്ഷെ അത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാ. നമ്മൾ പിള്ളേരെ കൊണ്ട് എത്രയും നമുക്ക് കിട്ടുന്ന സമയത്തിൽ നമ്മൾ പിള്ളേരെ എത്രമാത്രം സ്പീക്ക് ചെയ്യാനും അവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ ഇൻവോൾവ് ആകുന്നത്. ഇപ്പൊ അതിനുവേണ്ടി നമുക്ക് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ വീട് വേണമെന്നില്ല. നമ്മളുടെ ഒറ്റൊരു മുറിയാണേലും നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ പിള്ളേരോട് ഷെയർ ചെയ്യുക, പിള്ളേരുടെ കാര്യങ്ങൾ കേൾക്കുക, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മളും കൂടി ഇൻവോൾവ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ തുണി നനയ്ക്കുമായിരിക്കും, അപ്പൊ പിള്ളേർ നമ്മളുടെ കൂടി ഇന്ന് ചുമ്മാ ബക്കറ്റിനകത്ത് തുണി ഒലക്കിയിട്ട്, ഇല്ലെങ്കിൽ ചുമ്മാ കുത്തി പിഴിയിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ പിള്ളേരെ ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ പിള്ളേർ കൂടുതൽ ആക്റ്റീവും ആകും. അപ്പൊ അവർക്ക് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാകും. നാളെ അവർക്ക് അത് പ്രിവെന്റ് ചെയ്യാം. മീൻസ് ആ കാര്യങ്ങൾ നമ്മളുടെ ആബ്സെന്റിൽ, നമ്മളുടെ വഴിയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ആമ്പിള്ളാരാ, അതുകൊണ്ട് ആമ്പിള്ളാർ ചൂല് കൊണ്ട് തൂക്കത്തില്ല, പെമ്പിള്ളാർ മാത്രം തൂത്താ മതി, അങ്ങനെയൊക്കെ ഒരു ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും മീൻസ് ജനറേഷനിലെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞ, ഇപ്പൊ ഞാൻ എന്റെ മൂത്ത മോനോട് 7 years ആയി. അവന് ഞാൻ പറഞ്ഞ, മോനെ നീ പോയി ചൂല് വെച്ച് തൂക്ക്. അവനൊരു ആൺകുട്ടിയില്ല, അവൻ എന്തിനാ തൂക്കേണ്ടത്? എത്ര വായിക്ക് എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആണായനെന്താ അവന് കൈയും കാലിയില്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും അവർ പറയുന്നത് എന്താ, ഒരു ആൺകുട്ടി വീട്ടിൽ നിന്ന് വെളിയിൽ നിന്ന് പോയി അധ്വാനിക്കുന്ന ഒരാളല്ല ചൂലെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു, അല്ല, വീട്ടിൽ നിന്ന് വെളിയിൽ പോകുന്ന ആളും വീട്ടിൽ ഇരിക്കുന്ന ആളും ചൂലെടുത്തും പാത്രം കഴുകി എല്ലാം കാര്യങ്ങൾ ചെയ്ത് വേണം പഠിക്കാൻ. ഇന്നുണ്ട് ഞാൻ ഇന്നുണ്ട്, പക്ഷെ നാളെ ചിലപ്പോൾ ഞാൻ കാണത്തില്ല. ആ സമയത്തിൽ എന്ത് ചെയ്യും? വേറെ ഒരാളെ ആശ്രയിക്കുന്നേക്കാളും നല്ലേ കുഞ്ഞു പ്രായം തൊട്ട് നമ്മൾ പിള്ളേരെ ആ കാര്യങ്ങൾ ശീലിപ്പിക്കുവാണെങ്കിൽ അവർക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ അവർ ബുദ്ധിമുട്ട് വരത്തില്ല. അതെ, എല്ലാ കാര്യങ്ങളും കാണണമെങ്കിൽ പഠിക്കണമെങ്കിൽ ഒരിക്കലും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും അറിയാം. ഇപ്പൊ ഫുഡ് കൊടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് അറിയാം, ആൺകുട്ടികൾക്ക് കൂടുതലും പെൺകുട്ടികൾ കുറച്ചും. ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടത്, ചില എന്റെ കസിൻസ് ആണെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരെ കുറച്ച് കൂടുതൽ കൊടുക്കുക. കാരണം എന്താ, എല്ലാവരും ഈക്വൽ തന്നെയാണ്, പെണ്ണോ ഒന്നുമില്ല, എല്ലാവരും ഈക്വൽ തന്നെയാണ്. അതുകൊണ്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും, ഹൗസ് ഹോൾഡ് തിങ്സ് ആണെങ്കിലും ഡ്യൂട്ടീസ് ആണെങ്കിലും എല്ലാവരും ഈക്വലി ചെയ്യണം എന്ന് ഞാൻ എനിക്കും പറയാനുള്ളത് കേട്ടോ. എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ സഹായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് ഹെൽപ്പാണ് അവർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ, ഇപ്പൊ അമ്മമാര് ചിലപ്പോ കളിയാക്കും, അവൻ അത് വേറെ എന്തൊക്കെ പേരൊക്കെ പറയും, അത് സ്വാഭാവികം മാത്രം.
ഓക്കെ ഒന്നെന്ന് പറയൂ. അതെ. ഞാൻ പറഞ്ഞത് ഫ്ലാറ്റിലാണ് ഇരിക്കുന്നത് കൊണ്ടാണ്. കേൾക്കുന്ന ആണുങ്ങളാണെങ്കിൽ അവർക്ക് ഇപ്പം നമ്മള് മീനാണെങ്കിൽ തന്നെ 2 കഷ്ണം കൊടുക്കണം, പെമ്പിളാണെങ്കിൽ 1 കഷ്ണം കൊടുത്താൽ മതി. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കാം അതെന്താ, അവർക്ക് ഹ്യൂമൻ ബോഡിയും ആമ്പിളേർക്ക് ഹ്യൂമൻ ബോഡി സെയിം ഹ്യൂമൻ ബോഡിയും, മെറ്റോബോളിസം ഡിഫറെന്റ് ആണെങ്കിൽ ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആയെന്ന് പറഞ്ഞാലും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എനർജി അവർ റിക്വയർഡ് ഇല്ലേ? മാം ഞാൻ പറഞ്ഞത് ഫ്ലാറ്റിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നു. വർക്ക് ചെയ്യുന്നു, ഗേൾസ് വീട്ടിലാണ്, അങ്ങനത്തെ ഒരു ചിന്തകളാണ് അന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈക്വലി 2 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, 2 ആൾക്കാർ ഒരുപോലെയാണ് ഫാമിലി കൊണ്ടുപോകുന്നത്. അപ്പൊ കാലം മാറി, ചിന്തകളും തോട്ട്സ് എല്ലാം മാറി. അത് അവർക്ക് അറിയില്ലെന്ന് മാത്രം, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, കാലം മാറിയെന്ന് കാര്യമില്ല. പണ്ടത്തെ ആൾക്കാർ അവിടെ തന്നെ നിക്കണേ, നമ്മൾ കിടന്ന് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കണേ. ഫൈറ്റ് ആണ് ചെയ്യേണ്ടത്, ഫൈറ്റ് ചെയ്യാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അല്ല, ഇപ്പൊ നമ്മൾക്ക് എന്റെ കാര്യം പറയണെങ്കിൽ എന്റെ ഹസ്ബൻഡൊക്കെ ഭയങ്കര എന്താ പറയാ, എല്ലാം പണ്ടത്തെ ഇതാ. എന്താ പറയണത്, പെണ്ണുങ്ങൾ പുറത്തിറങ്ങരുത്, മക്കളാണെങ്കിലും വീട്ടുജോലി അറിയണം, അത് എന്താ കെട്ടിച്ചിടുമ്പോ ചെയ്യാനുള്ള കാര്യം പോലെയൊക്കെ പറയും. പിള്ളേർക്ക് അതൊക്കെ ദേഷ്യം വരും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള അങ്ങനെ പറയരുത്, നമ്മനെ സഹായിക്കുക, നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ കുഴപ്പമില്ല. അവരെ ഒരു പെൺകുട്ടിയാണ് അവിടെ പോയി ചെയ്യണം എന്നൊക്കെ പറയുമ്പോ അവർക്ക് നല്ല ദേഷ്യം വരും. അതൊക്കെ ഇപ്പൊ ശരിക്കും എന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കണ മിസ്സേ. അപ്പൊ ശരിക്കും ഓരോന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ സിറ്റുവേഷനാണ് ഓരോ ക്ലാസ്സിലെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും തോന്നണം. പിന്നെ ഇതില് കയറിയോണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാന്ന് മനസ്സിലായി. ഓക്കെ മഞ്ജു, ചിക്കുമോക്ക് എന്ത് പറയാനുണ്ട്? പറയൂ ചിക്കുമോൻ. മാം ഞാൻ പറഞ്ഞത് ഫ്ലാറ്റിൽ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ആവും. ഇപ്പൊ ഞങ്ങള് ഫ്ലാറ്റിലായിരുന്നു. അപ്പൊ അവിടെ ഒരു റൂമും ഒരു കിച്ചണും മാത്രം ഉള്ളായിരുന്നു. അപ്പൊ ഒത്തിരി സ്പേസ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് ഒരു വീട് നോക്കണം. ഹസ്ബൻഡിനോട് പറഞ്ഞു, അവള് ഓടിക്കളിക്കുന്ന പ്രായമായി, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ഉള്ളിടത്തോട്ട് മാറണം. ഫ്ലാറ്റിലായിരുന്നപ്പോഴും അവളുണ്ടല്ലോ, ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തോട്ട് വരും, എന്നിട്ട് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ എടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവൾ ഇരിക്കുന്ന പ്രായമായിരുന്നു. ഓടിക്കളിക്കുന്ന പ്രായപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തോട്ട് ഇച്ചിരി സ്പേസ് കൂടെ വേണം, അവൾ ഓടിക്കളിക്കട്ടെ. അപ്പൊ ഞാൻ അവൾക്കൊരു ചെറിയ സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അവള് സൈക്കിള്, മറ്റേ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞത് ആ പാരന്റ് അവര് ഒട്ടും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോകും, വൈഫ് ആ കുട്ടിയെ നോക്കാറേ ഇല്ലായിരുന്നു. അത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കാണെന്ന് ആ കുട്ടി പറയുകയും ചെയ്തു. ഇങ്ങനെ എനിക്ക് നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അവർ പറയുകയും ചെയ്തു. പക്ഷെ അതവര് ഹസ്ബൻഡിന്റെ മുന്നിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ളവരുടെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം ആകുമോ എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരത് തുറന്ന് പറയാഞ്ഞത് അന്ന്. അത് കഴിഞ്ഞിപ്പോ ആ കുട്ടിയുടെ കാര്യം അവര് നന്നായിട്ട് ഇപ്പൊ നോക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാവുന്ന ഫാമിലിയാ, അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ തിരക്കാറുണ്ട്. ഞാനപ്പോ ഇപ്പൊ ഫ്ലാറ്റിൽ നിന്ന് ഈ വീട്ടിലോട്ട് മാറിയപ്പോ ഞാൻ മാക്സിമം ഇവളെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ തുണി വിരിക്കുവാണെങ്കിൽ ഉടനെ ക്ലിപ്പൊക്കെ ഒരു ബോക്സിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഉടനെ അമ്മ എന്നാ ക്ലിപ്പ് എന്നും പറഞ്ഞ് എടുത്തോണ്ട് വരും. ഇവൾ ഇത്രയും പോലും സംസാരിക്കത്തില്ല. ഞാൻ ഇവളോട് സംസാരിച്ച് ഇവൾക്ക് ട്രെയിനിങ് കൊടുത്ത ഹസ്ബൻഡിനോട് പറഞ്ഞു, നീ മോണ്ടിസോറി പഠിക്കുന്നത് ഇവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് എന്നോട് ചോദിക്കുമായിരുന്നു. അതുപോലെ ഞാൻ ഇവളെ നല്ലപോലെ കഷ്ടപ്പെട്ടാണ് നോക്കുന്നത്. ഞാൻ തുണി വിരിക്കുമ്പോൾ ഉടനെ ക്ലിപ്പിന്റെ ബോക്സ് എടുത്തോണ്ട് വന്ന് ക്ലിപ്പ് എടുത്ത് ഇവളുടെ നല്ലൊരു ബിഹേവിയർ ഞാൻ പറയാം. രാവിലെ എണീറ്റ ഉടനെ ഡയപ്പർ നൈറ്റ് ഇടുവേ, പകലിടത്തില്ല, നൈറ്റ് ഞാൻ ഡയപ്പർ ഇട്ടാ കിടത്തുന്നത്. രാവിലെ എണീറ്റ ഉടനെ ഞാൻ ആ ഡയപ്പർ കീറി കൊടുത്താൽ കറക്റ്റ് ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് ആ ഡയപ്പർ ഇടും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പിന്നെ വൈകുന്നേരം ഞാൻ വിളക്ക് കത്തിക്കുമ്പോൾ ഓടി വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ചന്ദനത്തിരി വാങ്ങിച്ചു. ഞാനത് അവളെ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടാണ് അവളെ അങ്ങനെ ആയത്. ഈ ചന്ദനത്തിരി വാങ്ങിച്ചിട്ട് ആ ചന്ദനത്തിരി കത്തിക്കുന്ന അവളാ, എന്നിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മൾ കുറെയൊക്കെ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അവരങ്ങനെ ആകുന്നത്. എനിക്കത് ഭയങ്കര. വേറൊരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഏറ്റവും ഇവളുടെ ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി ഞാൻ പറയാം മാം. എൻ്റെ ഹസ്ബൻഡ് ഒരു 2:30-3 മണിയാകുമ്പോൾ വരും. ഇവൾ ഉറങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അമ്മ അപ്പ അപ്പ അത്രേ പറയത്തുള്ളൂ, അമ്മ അപ്പ. അപ്പൊ അപ്പ വന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഓടിച്ചെന്ന് ഹസ്ബൻഡിനെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് വാതോരാതെ പറയും ഇവിടുത്തെ കാര്യങ്ങൾ, ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും ആദ്യമൊന്നും ഹസ്ബൻഡ് മനസ്സിലാകത്തില്ലായിരുന്നു. പിന്നെ ഇത് രാവിലെ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചപ്പോ കഴിച്ചെന്ന് പറയും, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചോന്ന് ചോദിക്കുമ്പോ കഴിച്ചെന്ന് പറയും, ഫിഷ് ആണോ നീ കഴിച്ചതെന്ന് ചോദിച്ചു അവള് അതിനെല്ലാം മറുപടി പറയും. അപ്പൊ ഹസ്ബൻഡുമായിട്ട് അവള് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയിട്ട് അങ്ങനെ അച്ഛനാര് അമ്മയാര് നന്നായിട്ട് അറിയാം, അവരോട് സംസാരിക്കുന്ന രീതി അറിയാം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവൾക്ക് ട്രെയിൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റി. അത് സത്യമായിട്ട് ഞാൻ അവളെ അതുപോലെ കെയർ ചെയ്ത് നോക്കുന്നുണ്ട്. അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കേട്ടമ്മ. ഓക്കെ ചിക്കുമോൾ, അപ്പോ അത്യാവശ്യം കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനിയും പറയാൻ ഒരുപാട് തീരില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നത്തോടുകൂടി ഈ സെഷൻ അവസാനിപ്പിച്ചു കേട്ടോ.
ഓക്കെ, അപ്പൊ എല്ലാവരും എക്സ്പീരിയൻസ് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. സോ ടൈം ആയിട്ടോ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സമയം പോയത് അറിഞ്ഞില്ല. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദിസ് ക്ലാസ്. Then who is going to sign out? ആരുമില്ലേ? ഞാൻ പറയട്ടെ. പെട്ടെന്ന് പറയാം, ക്ലാസ് ഉണ്ട്. ഇന്ന് ഫസ്റ്റ് എനിക്ക് കയറാം. ആദ്യമേ ഞാൻ കയറിയില്ല. അപ്പൊ ഇവിടെ എല്ലാരും സംസാരിക്കണതാണ് കേട്ടത്. അപ്പൊ വേറെ ക്ലാസ് ഒന്നും എടുത്തില്ല. നമ്മള് ജനറൽ ടോക്കാണ് നടത്തിയേക്കണത്. അതിപ്പോ ഓരോരുത്തരുടെ ജീവിതം നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിലുള്ള ഓരോരുത്തർക്കും നമുക്ക് തിരുത്തി നമുക്കെല്ലാം ചെയ്യാനൊക്കെ പറ്റും. കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെ വളർത്തണം എന്നുള്ളത് പാരന്റ്സ് ശരിക്കും ശ്രദ്ധിക്കണം. അത് ഒരാൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഫാദറിനും മദറിനും സെയിം ഇതാണ്. അപ്പം എന്റെ കാര്യം ഇപ്പൊ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ക്ലാസ് ഉണ്ട്. അല്ല, എന്റെ സപ്പോർട്ട് മാത്രം കൊണ്ട് നമ്മുടെ പിള്ളേർ എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്നില്ല. അവർക്ക് ഫാദറിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണ് അവർ ഫുൾ ഹാപ്പി ആവുള്ളൂ. അപ്പം അതിനു വേണ്ടി ഞാനിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കണേണ്. ഇത്തിരി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ക്ലാസ് എടുത്തില്ല. എല്ലാവരുടെയും ടോക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം ജീവിതത്തില്. നന്ദി പറയുന്നു മിസ്സിന്. ചേച്ചിക്ക് മൈക്ക് കിട്ടിയാൽ തീരില്ല. ശരിയാണ്, ചേച്ചിക്ക് മൈക്ക് കിട്ടിയാൽ തീരില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഞാൻ വർത്താനം പറയുന്ന ആളെ ആശ്വതി മിസ്സിനെ പോലെ. ഓക്കെ, എനിക്ക് വേറെ ക്ലാസ്സിന് 2:30. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. താങ്ക് യു മാം.